അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ രാജേശ്വരി ആൻറ്റിയാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്കേവർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്കവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ രാജേശ്വരി ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ഒരു വചനം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കാം. ഈ അരോമ ടി വിയിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു ദൈവത്തിന്. പിന്നെ 27-ാം സങ്കീർത്തനത്തിലെ ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കട്ട്. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഞാൻ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. നമ്മുടെ പ്രത്യാശ യഹോവയിലാണ്. ഈ വിളിച്ച് വേർതിരിച്ച ദൈവത്തിൽ ആശ്രയിച്ചാണ് ഇന്ന് ദൈവം ചെയ്ത ആ നന്മകളെ ഓർത്തിട്ടാണ് ഇന്ന് ഈ സാക്ഷ്യത്തിന് വരുവാൻ ഇടയായത്. അല്ല എങ്കിൽ എനിക്കിതിനൊന്നും ഒരു യോഗ്യതയില്ലായിരുന്നു. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലെ വളർത്തപ്പെട്ട് കുടുംബത്തിലെ ഹിന്ദു ആചാരപ്രകാരം വളർത്തപ്പെട്ട് വിവാഹം കഴിച്ചയച്ചു അങ്ങനെ ജീവിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് അന്നുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കളൊക്കെ വലിയ അന്ധവിശ്വാസത്തിലും കാര്യത്തിലൊക്കെ പോകുമ്പോഴും ഞാൻ അതിനെയെല്ലാം അന്ന് എതിർക്കുന്ന ഒരു വിശ്വാസിയായിരുന്നു. അന്ന് ഈ ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങളൊക്കെ അന്ന് വായിക്കുമായിരുന്നു. അപ്പൊ അതിലൂടെ അദ്ദേഹത്തിന്റെ ആ ഉപദേശങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വിടും. അപ്പൊ ഞാൻ ചോദിക്കും, ഈ ജാതി എന്താ, മതം എന്താ, ഇതിന് എന്തുകൊണ്ടും ഇത് തിരിച്ചറിയാം. ഇങ്ങനെയൊക്കെ ഞാൻ ചെറിയ 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 തർക്കങ്ങളൊക്കെ ചെറുപ്രായത്തിലേ ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിക്കാനൊക്കെ വിട്ടു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് യേശുവിനെ കുറിച്ച് പഠിക്കാൻ ഒരു പാഠം ഉണ്ടായിരുന്നു. മലയാളം പുസ്തകത്തിനകത്ത് ഒരു പാഠം 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് വരെ ഓരോ പാഠം ജീവചരിത്രം, യേശുവിന്റെ ജീവചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ 4-ാം ക്ലാസ്സിൽ വന്നപ്പോൾ അന്നത്തെ ഗവൺമെന്റ് അത് നിർത്തലാക്കി. അപ്പൊ അന്നേരം യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശു പാവമാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതെന്നൊക്കെ. അന്നൊക്കെ അതൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടില് ഒരു ക്രിസ്ത്യാനി കൂട്ടുകാരിയെ കയറ്റുകയോ അവരോടൊരു കൂട്ടുകൂടാൻ പോവുകയോ അവരോട് സംസാരിക്കാൻ ഒന്നും അനുവദിക്കത്തില്ലായിരുന്നു. പക്ഷെ ആ സമയങ്ങളില് എൻ്റെ ഹൃദയത്തില് ഒരാഗ്രഹം. അന്ന് 4-ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ടീച്ചർ ചോദിച്ചു, 4-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പല സ്കൂളിലോട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ ടീച്ചർ ചോദിക്കാനിടയായി, ഇനി നിങ്ങൾക്കൊക്കെ എന്താ ആഗ്രഹങ്ങളെന്ന് ചോദിച്ചു. അപ്പൊ ഓരോരുത്തർ ഡോക്ടർ ആവണം അങ്ങനെയൊക്കെ ഓരോരോ ആഗ്രഹം പറഞ്ഞപ്പോ ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് കന്യാസ്ത്രീ ആകണമെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ അത് ചിരിക്കാനിടയായി. കാര്യം അവർക്കറിയാം ഇത് അസാധ്യമാണെന്ന്. എന്തുമായാലും ദൈവത്തിന്റെ വിശ്വാസം അന്ന് തൊട്ടേ എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെയെല്ലാം പഠിച്ച് മുന്നോട്ട് പോയി, പഠിത്തത്തിലൊക്കെ മുന്നേറുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 74-ല് എൻ്റെ വിവാഹം നടക്കുന്നത്. ആ വിവാഹം അതുവരെ എൻ്റെ വീട്ടിലെ ഒരു വാത്സല്യ പുത്രിയായിരുന്നു. അപ്പൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട മകളായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഭവനത്തിലെ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി ഉത്തരവാദിത്വത്തോടെ പോകുന്നത് കാരണം കൊണ്ട് അച്ഛനും യാക്കോബ് യോസേഫിനെ സ്നേഹിച്ചതുപോലെ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് വീട്ടിൽ വളരെ എതിർപ്പുകൾക്കുള്ള ഒരു വശമായിരുന്നു ചെറുപ്പം മുതൽ. എങ്കിലും പഠിച്ചു. 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ അമ്മ ഒരു പ്രസവം അടുത്തപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അത് പഠിക്കാനോ പോകാനോ ഒന്നും ഒക്കെ അത് വീട്ടിലെ ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ പഠിത്തത്തിൽ അത് ഒത്തിരി ബാധിച്ചുകൊണ്ട് എനിക്ക് പിന്നെ SSLC പരീക്ഷ പാസ്സാകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷമായപ്പോഴത്തേക്ക് എന്നെ വിവാഹം കഴിച്ചയക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആക്കി. 74-ല് എന്നെ വിവാഹം ചെയ്തയച്ചു. പത്തനംതിട്ടയിലുള്ള പിന്നെ മലയാളിപ്പുഴയ്ക്ക് അടുത്ത് മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സഹോദരനാണ്, പുരുഷോത്തമൻ എന്നായിരുന്നു പേര്. അന്ന് പറഞ്ഞു വലിയ ധനവാനാണ്, ജോലിയൊക്കെ പിന്നെ ജോലിയൊന്നും ചെയ്യേണ്ട, വസ്തുവകകൾ നോക്കിയിരിക്കുന്നതോ എന്നൊക്കെ അന്ന് വീട്ടുകാർ പറയുന്നത് നമ്മൾ അനുസരിച്ച് അവരുടെ ആ ആഗ്രഹത്തിന് ഇട കൊടുത്തു അങ്ങ് വിവാഹത്തിന് സമ്മതിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ജീവിതം താറുമാറാവുക എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായി. ചെന്നപ്പോൾ അവിടെ ചാരായം മാറ്റും,
ചാരായം കുടിക്കുന്ന ആളും പുള്ളിയാണെങ്കിൽ ഫുള്ള് മദ്യത്തിലാണ്. ആ വീട് ഒരു മദ്യത്തിന്റെ ആസക്തിയിലാണ് ആ വീടായിരിക്കുന്നത്. അന്ന് എനിക്ക് എന്തോ ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലുമായി പോയി. നിരാശപ്പെട്ട് ഇങ്ങനെ ഭാരപ്പെട്ടൊക്കെ ഇരുന്നപ്പോഴാണ് അടുത്ത ദിവസങ്ങളിൽ എൻ്റെ പിതാവ് അവിടെ സന്ദർശിക്കാൻ വന്നപ്പോഴാണ് ഇത് വലിയ ബുദ്ധിമുട്ടായി പോയി എന്നൊക്കെ മനസ്സിലായി. അന്ന് എൻ്റെ പിതാവിന് ജോലി ഉണ്ടായിരുന്നു, ഫാബ്രിക്കേറ്ററായിട്ടും കോൺട്രാക്ട് എടുത്ത് ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് വെളിയിൽ മൈസൂരില് അങ്ങനെയൊക്കെ. അപ്പൊ അച്ഛൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്തു, മോളെ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ക്വാർട്ടേഴ്സ് എടുത്ത് കിട്ടിയിട്ട് ഞാൻ വിളിക്കാം, നിങ്ങൾ അങ്ങ് വരണമെന്ന്. അങ്ങനെ ഒരു മാസം കഷ്ടിച്ച് നാട്ടിൽ നിന്നു. അത് കഴിഞ്ഞ് എൻ്റെ പിതാവ് അങ്ങ് കൊണ്ടുപോകാനെല്ലാം റെഡിയായി. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ വഴിയില് അന്ന് എനിക്ക് ഇത്രയും അറിവില്ലല്ലോ, മറ്റൊന്നും ടിക്കറ്റ് എടുക്കണ്ട. ടിക്കറ്റ് എടുത്തു. അപ്പൊ ഇവരുടെ ഒരു സഹോദരനും കൂടെ വന്നു. അങ്ങനെ വന്ന് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്താനുള്ള പൈസ കയ്യിലുള്ളായിരുന്നു. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കിടക്കുക, പൈസ ഇല്ല. എൻ്റെ പിതാവിനോട് എന്തോ പറയാൻ പറ്റും? ഞങ്ങൾ പറഞ്ഞ് ഞാൻ അന്ന് എൻ്റെ എനിക്ക് അന്ന് ഈ കള്ളം പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തില്. പക്ഷെ പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ടെലക്സ് അടിക്കാം. അന്ന് ടെലഗ്രാം അല്ല, ടെലക്സ് ആണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടെലക്സ് അടിച്ചിട്ട് പിതാവിനോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. എൻ്റെ പിതാവ് അവിടുന്ന് ഓടി ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് അവിടുന്ന് ട്രെയിൻ കയറി ബാംഗ്ലൂര് സിറ്റി വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് എൻ്റെ ഭർത്താവിനെ ചെറിയ ജോലിയൊക്കെ പഠിപ്പിക്കാനൊക്കെ ഏൽപ്പിച്ച്, വെൽഡിംഗ് ഒക്കെ പഠിക്കട്ടെ എന്ന് വെച്ച് രാത്രി കാലങ്ങളിലെ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് വിടും. അല്ലാതെ ഉച്ച സമയത്ത് അവർക്ക് പറ്റത്തില്ലല്ലോ, അവിടെ ചെക്കിംഗ് ഒക്കെ ഉള്ളു. അങ്ങനെ വിട്ട് അവർ തുച്ഛമായ ഒരിച്ചിരി തുകയൊക്കെ കൊടുക്കും. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വീണ്ടും ആ മദ്യത്തിലേക്ക് അങ്ങ് പോയി, വീട്ടിൽ വരാതെയൊക്കെ ആയി. ഇതിനോടകം പിന്നെ ഒത്തിരി ദുരിതം അനുഭവിക്കേണ്ടി വന്നു. ഞാൻ പിന്നെ പറഞ്ഞു, എൻ്റെ പിതാവിന്റെ കൂടെ നിന്നുകൊണ്ട് പിതാവിനും ബുദ്ധിമുട്ട്, നമ്മുടെ വീട്ടിലെ ഇളയ സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്, എല്ലാവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. എങ്ങനെ ഇവിടുന്ന് ഒന്ന് പിന്മാറും? എനിക്ക് ഒന്നും അറിയത്തുമില്ല. ആകെ ഒരു വീടിനകത്ത് കിടന്ന് ജീവിച്ച ആ ഒരു ജീവിതമേ അറിയത്തുള്ളല്ലോ. അങ്ങനെ ഒത്തിരി ഭാരപ്പെട്ട് പിന്നെ പിന്നെ മൂത്ത മോള് ഗർഭിണിയായി. മൂത്ത മോളെ ഞാൻ ഗർഭിണിയായി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സഹിച്ച് നിന്ന് അവിടുന്ന് ഒരു കണക്കിന് പ്രസവത്തിന് നാട്ടിൽ വന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ്. എന്നിട്ടും എൻ്റെ അച്ഛൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് കുഞ്ഞിനെ എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോയി അവിടെ കൊണ്ടുചെന്നിട്ട് അപ്പൊ ഇങ്ങനെ പുള്ളിയെ അങ്ങ് മനസ്സലിഞ്ഞ് മാനസാന്തരപ്പെടുമെന്നൊക്കെ പുള്ളിയെ കൊണ്ട് തോറ്റിയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ഡൽഹിയിലുണ്ട്, അപ്പൊ മൈസൂരിൽ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഒരു വർഗീസ് എന്ന് പറഞ്ഞ ആള് ഡൽഹിയിലുണ്ട്, അന്ന് അങ്ങോട്ട് പോവാ, രാജസ്ഥാനില്ല. അങ്ങനെ ആ പുള്ളിയെ വിളിച്ച് ആ കമ്പനിയിലെ, അതായത് ഒരു പേപ്പർ മില്ല് വെൽഡറായിട്ട് പുള്ളിയെയും കൊണ്ട് അവിടെ പോയി ഒരു ചെറിയ വീട്. അന്നൊക്കെ അവിടെ 90 രൂപ വാടകയൊക്കെ ഉള്ളു വീടെന്ന് പറയുന്നത്. ബാത്റൂം സൗകര്യങ്ങളൊന്നും അന്നില്ല, പഴയ കാലമല്ലേ. അങ്ങനെ ആ പുള്ളിയെ ജോലിക്കൊക്കെ വെച്ച് ജോലിയും കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകത്തില്ല. 15 ദിവസം കഷ്ടിച്ച് ജോലിക്ക് പോകും. ബാക്കി ദിവസങ്ങളിൽ അവരോട് അഡ്വാൻസും വാങ്ങിച്ചിട്ട് വല്ല വഴിയിലും കിടന്ന് എവിടെയെങ്കിലും കിടക്കുക, ആരെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് വരും. അങ്ങനെ പട്ടിണിയും പരിവട്ടമായി രണ്ടാമതൊരു കുഞ്ഞും കൂടെ ഗർഭിണിയായി. അവിടുന്ന് ഞാനിങ്ങനെ അങ്ങ് പ്രയാസപ്പെട്ട്, വാടക കൊടുക്കാൻ പൈസ ഇല്ല, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, ഒത്തിരി കഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കി വരെ ഞാൻ എത്തി. പക്ഷെ കുഞ്ഞിനെ നോക്കുമ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അങ്ങ് ഞാൻ വിചാരിച്ചു പോയി. അങ്ങനെ അങ്ങ് ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു. പിന്നെ രണ്ടാമത്തെ ഗർഭിണിയും കൂടെ ആയല്ലോ. അങ്ങനെ ഇന്ന് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉള്ളിവട ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ എണ്ണയില്ല സത്യത്തില്. ഞാൻ പറഞ്ഞു, എണ്ണയില്ലല്ലോ, പിന്നെ എങ്ങനെയാ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ഇത്രയും ഞാൻ സാവകാശം പുള്ളി ഇങ്ങനെ ജ്വലിച്ച കണ്ണുകളോടായി വരുന്നത്. ഇത് കാണുമ്പോഴേ പേടിയാ. അപ്പൊ ഞാൻ പറഞ്ഞു, എണ്ണയില്ലല്ലോ എന്ന് പതുക്കെ പറഞ്ഞു. ആ പറഞ്ഞ പുള്ളി ഇങ്ങനെ തിരിച്ചങ്ങ് പോയി. അമ്മച്ചിനി എണ്ണ വാങ്ങിക്കാൻ പോയതായിരിക്കും. കുഞ്ഞുങ്ങൾ അപ്പുറത്ത് നിന്ന് വേറെ പിള്ളേരുടെ കൂടെ മൂത്ത മോള് കളിച്ചോണ്ടിരിക്കുക. പുള്ളി ഇങ്ങോട്ട് വന്നതും അടുത്ത ട്രിപ്പ് എടുത്തിട്ട് വന്നിട്ട് എന്നെ വായിട്ട് ഒരു ചവിട്ടി. അപ്പൊ ഞാൻ ആ സൈഡിൽ ഇങ്ങനെ കുഞ്ഞിന്റെ കൂടെ അവിടെ സൈഡിൽ പിള്ളേർ കളിക്കുന്നുണ്ടോ, എന്റെ വയറ്റത്താ ചവിട്ട്. ആ ഗർഭിണിയാ, 6 മാസം ഗർഭിണിയാണ്. ആ ചവിട്ട് കൊണ്ട് ഞാൻ അവിടുന്ന് വേദനപ്പെട്ട് എഴുന്നേറ്റ് അടുത്ത ദിവസം തൊട്ട് ബ്ലീഡിങ് ആയി. ആ കുഞ്ഞ് നഷ്ടപ്പെടാനിടയായി. പിന്നെ അവിടെ എങ്ങനെ ജീവിക്കണം, എങ്ങോട്ട് പോകണം? കുറെ സ്വർണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് വിറ്റും പണയം വെച്ചും ഒക്കെ ഇരുന്ന് ഒരു മാതിരി ബലാത്കാരേണയാണ് ഒരു കുടുംബജീവിതം അവിടെ നയിച്ചു കൊണ്ടുവരുന്നത്.
പിന്നെ വീണ്ടും ഗർഭിണിയായ സമയത്ത് എന്റെ സഹോദരൻ അമ്മയും എന്റെ ഒരു അമ്മാച്ചന്റെ ഒരു മകനും അവന്റെ സഹോദരനും അവന്റെ പെങ്ങളും കൂടെ ആ സ്ഥലത്ത് വന്ന് ജോലിക്ക് വന്നിട്ട് അവർ ക്വാർട്ടേഴ്സ് എടുത്തു. അപ്പൊ അവർ ഒരു ദിവസം എന്നെ മാർക്കറ്റിൽ വെച്ച് കണ്ട്, അയ്യോ നീ ഇവിടെ എവിടാ? ഞാൻ പറഞ്ഞു ഇതിനടുത്ത്. അപ്പൊ അവരെന്നെ കൊണ്ടുവന്ന് അവരുടെ വീടിനോട് ചേർന്ന് ഗ്രൗണ്ട് ഫ്ലോർ എടുത്തു തന്നു. അങ്ങനെ ഇവര് ഫസ്റ്റ് ഫ്ലോറിലും ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലും ആയിരുന്നു. അങ്ങനായി കുറച്ചൊക്കെ ഈ പുള്ളിക്കാരനിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് കുറച്ച് പ്രൊട്ടക്ഷൻ ആവുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത്. പക്ഷെ പറ്റുന്നില്ല. പുള്ളിയുടെ അടുത്ത് നിന്ന് വളരെ ഉപദ്രവമായി, ഭക്ഷണം കഴിക്കാനില്ലാതെയായി, കുടിച്ചിട്ടൊക്കെ വന്നിട്ട് കൊടുക്കുന്ന ഭക്ഷണം എല്ലാം കൂടി ഇട്ട് കുഴച്ച് അതിലെ ഛർദ്ദിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് മൂന്നാമത്തെ ഗർഭിണി ആയപ്പം പറഞ്ഞു, ഇനി നീ അങ്ങ് നാട്ടിൽ പോകും, ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, ഡെലിവറി നാട്ടിൽ ചെയ്യണം. അങ്ങനെ അവരെല്ലാരും കൂടെ സഹായിച്ച് ടിക്കറ്റ് ഒക്കെ എടുത്ത് എന്നെയും കുഞ്ഞിനെയും കൂടെ നാട്ടിൽ വിട്ടു. അങ്ങനെ ഞാൻ 80 നാട്ടിലെത്താൻ കാരണമായി. 80 നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലും ഭയങ്കര പ്രശ്നം, എൻ്റെ അമ്മയും അപ്പനും കൂടെ ഭയങ്കര പ്രശ്നങ്ങളാ. അങ്ങനെ ആ വന്ന ദിവസം എൻ്റെ അമ്മ പിണങ്ങി വേറെ പോയി. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്ന് എൻ്റെ ഇളയ അനിയത്തിയുടെ വിവാഹ നിശ്ചയം നടത്തി വെച്ചിരിക്കുക. അവിടെ വിവാഹം നടക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, പത്തനംതിട്ടയിൽ എൻ്റെ പേരിൽ ഇച്ചിരി വസ്തു കിടപ്പുണ്ട്, നമുക്ക് അത് വിറ്റിട്ട് വന്ന് കൊടുക്കാം. ഞാൻ ആ പൈസ കൊണ്ടുവന്ന് എൻ്റെ പിതാവിൻ്റെ കൊടുത്ത് എൻ്റെ സഹോദരിയുടെ വിവാഹവും നടത്തണം, എനിക്ക് ഡെലിവറിയും നടക്കണം. അങ്ങനെ 80 ഓഗസ്റ്റ് 26 ഞാൻ ഇളയ മോളെ പ്രസവിച്ചപ്പം ഡേറ്റ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് വിവാഹ നിശ്ചയം നടത്തിയപ്പോൾ ഡേറ്റ് എടുത്തത് കുറച്ചുകൂടെ അടുത്ത് വന്നിട്ടും 17-ാം ദിവസം അനിയത്തിയുടെ വിവാഹമായിരുന്നു. എങ്കിലും ആ വിവാഹം എല്ലാം നടത്തി, എല്ലാം ഭംഗിയായി നടത്തി അനിയത്തിയെ വിവാഹം കഴിച്ചൊക്കെ അയച്ചു. പിന്നീട് അങ്ങനെ വീട്ടിൽ അമ്മയും അപ്പനും കൂടെ ഉള്ള ആ പ്രശ്നം കൊണ്ട് എനിക്ക് വീടും വസ്തുവും കൂടെ എൻ്റെ പേരിൽ എഴുതി തന്നു. ഞാൻ കൊടുത്ത കാശിന് വേണ്ടിയിട്ട് ആ വസ്തുവും വീടും കൂടെ എൻ്റെ പേരിൽ എഴുതിയും വെച്ചു. പിന്നീട് ഞാൻ ആ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ വന്ന് ഞാൻ പിന്നെ കൊയ്യാൻ പോയി, മെതിക്കാൻ പോയി. കുഞ്ഞുങ്ങളെ വളർത്തണമല്ലോ, ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടരുത്, ആ ഒരു ആഗ്രഹത്തോടെ അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ വളർത്തണം. എന്തോ എൻ്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടായി, ഭിക്ഷ എടുത്താലും 2 കുഞ്ഞുങ്ങളെ വളർത്തണം, അവരെ ഒരു കരയ്ക്ക് എത്തിക്കണം. ആ ഒരു ദൃഢനിശ്ചയം എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. അങ്ങനെ പണിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ട്യൂട്ടോറിയലിൽ നിന്ന് 2-3 അധ്യാപകർ നമ്മുടെ വീട് സന്ദർശിച്ച് ഇങ്ങനെ നമ്മുടെ വീടിന്റെ മുറ്റത്തൂടെ പോകുമ്പോൾ അവർ ചോദിച്ചു, വല്ല പിള്ളേരും ഉണ്ടോ 10ാം ക്ലാസ് എഴുതുന്നു? ഞാൻ തമാശയ്ക്ക് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞ, പക്ഷെ അവര് വെച്ച് ഉള്ള കാര്യം. അവരടുത്ത വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ചോദിയോ, ഞാൻ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതാ. അല്ല, എൽഡേഴ്സിനും ഇപ്പൊ പഠിക്കാൻ ഒരു അവസരം വന്നിട്ടുണ്ട്, ആന്റി അങ്ങനെ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിൽ ആന്റിക്ക് അതിനുള്ള അവസരമുണ്ട്, ഞങ്ങൾ അതിനുള്ള അവസരം ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ പിതാവിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, അയ്യോ എന്നാ മോള് പോയി പഠിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇളയ മോളെ നഴ്സറിയിലും വിട്ടു, അംഗനവാടി കൊണ്ടുവന്ന് വിട്ടു. മൂത്തവളെ 1ാം ക്ലാസ്സിലും ചേർത്തിട്ട് ഞാൻ പോയി പ്രൈവറ്റായിട്ട് ട്യൂട്ടോറിയൽ പോയി പഠിച്ചു. അങ്ങനെ പോയി പഠിച്ച് 84 നമ്മുടെ ഇന്ദിരാഗാന്ധിയെ വെടിവെക്കുന്ന സമയത്ത് ഞാൻ മലയാളം ക്ലാസ്സിൽ ഇരിക്കുക. അത്ര നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് അപ്പൊ കോളേജ് പോയി ട്യൂട്ടോറിയലിൽ പോകുമ്പോൾ ആൾക്കാരെല്ലാം എന്നെ കളിയാക്കും, 90-ാം വയസ്സിൽ പഠിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ മനസ്സിലൊരു നിശ്ചയമുണ്ടല്ലോ, ദൃഢനിശ്ചയമുണ്ട്, എനിക്ക് ജീവിക്കണം, പഠിക്കണം. അങ്ങനെ എന്തായാലും അതിലെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്കെല്ലാം ഭയങ്കര അനുമോദിക്കാൻ. പിന്നെ ആൾക്കാർ റിസൾട്ട് നോക്കാൻ ഞാൻ പോയില്ല, ആൾക്കാരെല്ലാം പോയി നോക്കിയിട്ട് വന്നപ്പോ എനിക്ക് ഡിസ്റ്റിങ്ഷനോട് പാസ്സായി. അങ്ങനെ വന്ന് എല്ലാവരും അഭിമാനത്തോട്ട് വന്നു. പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലെ അറപ്പങ്ങ് മാറി പഠിക്കുന്നത്. പിന്നെ പ്രീ ഡിഗ്രിക്ക് പോയി 4th ഗ്രൂപ്പ് എടുത്ത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പാസ്സായി. അതും 100 മാർക്ക് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഇതിന്റെ ഇടയ്ക്ക് പഠിത്തവും കഴിഞ്ഞ് ഇവിടെ വന്നു, കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച്, ഒരു പശുവുണ്ട്, പശുവിനെ തീറ്റിച്ച്, ഇങ്ങനെയൊക്കെ ഇതിന്റെ എല്ലാം പുറകിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി. പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിച്ച് ലോവർ പാസ്സായി. ഹയർ സ്പീഡ് അടിച്ചുകൊണ്ടിരിക്കാൻ അടുത്ത ദിവസങ്ങളിൽ പരീക്ഷ നടക്കുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊന്നും എൻ്റെ ഭർത്താവ് എവിടാന്നൊന്നും അറിയത്തില്ല, ഈ വീട്ടിലോട്ടൊന്നും വന്നിട്ടില്ല. അന്നത്തെ ദിവസം കറക്റ്റ് ഈ പുള്ളി ഇങ്ങോട്ട് കയറി വന്നപ്പം ബെല്ലടിക്കുന്ന കേട്ട് വാതിൽ ചെന്ന് തുറന്നപ്പോഴത്തേക്ക് പുള്ളി സ്വബോധമില്ലാതെ ഇങ്ങോട്ട് വന്ന് എന്നെ പിടിച്ച്, ഞാൻ വാതിൽ തുറക്കുക, എന്നെ ആ വാതിലിനോട് ഫോഴ്സോട് തന്നെ എന്നെ തള്ളി പുറമോട്ട് ഇടുകയും ഞാൻ താഴെ വീഴുകയും എൻ്റെ തല പൊട്ടി. അപ്പൊ അന്നേരം തല പൊട്ടിയെന്നറിയുന്നത് പുള്ളി എൻ്റെ വയറ്റത്ത് ദേഹത്തോട്ട് കയറി ഇരുന്നിട്ട് എൻ്റെ കഴുത്തിന് 2 കൈ കൊണ്ട് എൻ്റെ കഴുത്ത് ഞെക്കി പിടിച്ചിരിക്കുക. പിള്ളേർ രണ്ടും ഭയന്നിട്ട് അകത്ത് കട്ടിലേ കയറി കമന്ന് കിടക്കുന്നു. എന്നും അറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് എൻ്റെ ബോധം നഷ്ടപ്പെട്ട്
എങ്ങനോ എനിക്കറിയത്തില്ല. കർത്താവ് അന്ന് എന്നെ കണ്ടിരുന്നുണ്ടോ എന്തോ. ഞാൻ കണ്ണു തുറക്കുമ്പോ പുള്ളി ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തു, ഈ കൈ വലിച്ച് ബലം പിടിച്ച് ഈ കഴുത്തേന്ന് കൈ വലിച്ച് പുറന്നോട്ട് ഇടുമ്പഴത്തേ പുള്ളിയില്ല വീര്യത്തെ മദ്യത്തിന്റെ ആസക്തിയിൽ നിന്നുകൊണ്ട് ബലമില്ലല്ലോ. പെട്ടെന്ന് പുള്ളി എന്റെ വയറ്റത്തോന്ന് മറിഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റ് വെളിയിൽ ഇറങ്ങി. അടുത്ത ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ്റെ ഇട്ട്, അച്ഛാ വടക്കയിൽ അച്ഛാന്ന് വിളിച്ചു. അച്ഛാ എനിക്കങ്ങ് എന്നെ കണ്ട ഉപദ്രവിക്കുന്നുണ്ട്, എനിക്ക് എന്തോ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഓടി ആ വീട്ടിൽ ചെന്ന് കയറി. അപ്പൊ അച്ഛൻ ഇറങ്ങി വന്ന് ആരാടാന്നൊക്കെ ചോദിച്ചു. അവിടെ വന്നപ്പോഴത്തേക്ക് അവരുടെ മോള് ഒരു വിളക്ക് കത്തിച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോ എന്റെ ദേഹത്തൂടെ രക്തം ഒഴുകുന്നു. അപ്പൊ ഇതെവിടെ? അപ്പൊ എന്റെ ധാരണ കഴുത്തെ ഈ പുള്ളിക്കാരൻ പിടിച്ചതുകൊണ്ട് കഴുത്ത് മുറിഞ്ഞ. പിന്നീടാ നോക്കിയപ്പോ തല പൊട്ടിയതാ. ആ നിലത്തോട്ട് വീണ് തല പൊട്ടി. 5 കുത്തിക്കെട്ടുണ്ട്. അന്ന് രാത്രി തന്നെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5 കുത്തിക്കെട്ട് തലയ്ക്കുണ്ടായി. അന്ന് ഈ പുള്ളിയെ അപ്പൊ വിചാരിച്ചു ഈ പുള്ളിയെ പോലീസ് വല്ലരും പിടിച്ചുകൊണ്ട് പോകും, നാട്ടുകാർ വല്ല. അപ്പൊ അവിടെ ചെന്ന് ഞാൻ ആശുപത്രിയിലും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. ഞാൻ തെന്നി വീണ്. കാര്യം നമുക്കൊരു കേസും വഴക്കിനും ഒന്നും പോകണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഞാൻ തട്ടി വീണതാന്ന് പറഞ്ഞ് അവിടെ ആശുപത്രി കണ്ടു. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വരുമ്പോഴത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. അടുത്ത ദിവസം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആളില്ല. ആ ഞങ്ങളിങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഒരാളുണ്ട്. അയാളുടെ അടുക്കൽ ചെന്ന് പൈസ വാങ്ങിച്ചിട്ട് പറഞ്ഞ്, രാജേശ്വരി കേസ് കൊടുക്കും, നാളെ പോലീസ് വരും, ഞാൻ പോവാ എന്നും പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് കാശം വാങ്ങിച്ച് പോയി. പിന്നെ എവിടാണെന്നൊന്നും ഒരു വിവരവും അറിയത്തില്ല. പിന്നെ എന്റെ ലക്ഷ്യം എല്ലാം പിള്ളേരെ വളർത്തണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒത്തിരി PSC ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി. പക്ഷെ ഒന്നും അന്ന് കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും കഷ്ടിച്ച് മോടെ 10ാം ക്ലാസ് പഠിപ്പിച്ചെടുത്ത് പിന്നെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് വീടെല്ലാം പുലർത്തി വന്നു. പിന്നെ അച്ഛനും അങ്ങ് ബലഹീനനായ, അച്ഛനെയും നോക്കേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ ഇരുന്ന് എന്തായാലും മോളുടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, എവിടെയെങ്കിലും ഇനി നാട്ടിൽ നിന്നാ പറ്റത്തെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്റെ ബന്ധുക്കള് എല്ലാരും എന്നെ അങ്ങ് ഒരുപാട് ആക്ഷേപം പറഞ്ഞു. ചുമ്മാതെ നമ്മളൊരു സ്ത്രീയല്ലേ, എന്തോ അവരുടെ വായിൽ തോന്നുന്നൊക്കെ അങ്ങ് പറയും. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോ ഭയങ്കര വിഷമവും. അന്യ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല, പോകാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് പോകാം. അങ്ങനെ അവരുടെ കൂടെ ഞാൻ ആദ്യം ഡൽഹിക്ക് പോകുമ്പോ എന്റെ വീട്ടിലെ എന്റെ ഒരു ബന്ധു ഒരു ഭാര്യയും ഭർത്താവിനെയും വീട്ടിലാക്കിയിട്ട് ഈ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഞാൻ പോയി. ഞാൻ വെച്ചൊരു ജോലി കണ്ടുപിടിച്ച് ഒരു വീടെടുത്തിട്ട് വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാമല്ലോ എന്നുള്ളൊരാഗ്രഹത്തിൽ അവരുടെ കൂടെ അവിടെ ചെന്നപ്പോ അവരെന്ത് ചെയ്ത് എന്റെ ബാഗും എല്ലാം കൊണ്ട് അവർ ഓടി. എങ്കിലും അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് കമ്പനിക്കാരെനിക്ക് അവരുടെ സ്ഥലം എല്ലാം കണ്ടുപിടിച്ച് അവിടുന്ന് എന്റെ സാധനങ്ങളൊക്കെ എടുത്തു തന്നു. പിന്നെ അവിടുന്ന് എനിക്കൊരു നല്ല ജോലിയൊക്കെ കിട്ടി. ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയവരെല്ലാം എൻ്റെ അമ്മയും കൂട്ടരും എല്ലാം കൂടെ അവരെ വീടിൽ നിന്ന് ഇറക്കി കളഞ്ഞിട്ട് ഈ ഇതിനകത്ത് എൻ്റെ ഒരു മുറി പൂട്ടി വെച്ചിരുന്ന അതിനകത്ത് തന്നെ എൻ്റെ പ്രമാണം ഉണ്ടായിരുന്നു. ഞാൻ പിയർലെസിന്റെ ഏജന്റ്. അന്ന് എനിക്ക് 1 ലക്ഷം രൂപയുടെ ഒരു ഇതുണ്ടായിരുന്നു, നിക്ഷേപം ഉണ്ടായിരുന്നു. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം കൂടി ഒരു പെട്ടിക്കകത്ത് പൂട്ടി ഒരു മുറി വെച്ചിരുന്നു. ഈ മുറിയുടെ താക്കോ കൗട്ടെല്ലാം തല്ലി പൊട്ടിച്ച് ഇതെല്ലാം മൊത്തം അവര് നിർവീര്യമാക്കി കളഞ്ഞു. പിന്നെ എനിക്ക് സമയമില്ലല്ലോ, ഓഫീസിൽ നിന്ന് ഓടി വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാനെല്ലാം ഒരുങ്ങിയപ്പം എൻ്റെ ഒരു സഹോദരി പറഞ്ഞ ഇളയ മോളെ കൊണ്ടുപോകണ്ട, അവര് പഠിപ്പിച്ചോളാം, അവര് കൊണ്ടുപോകാം. മനസ്സോടെ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷെ അത് നമുക്ക് പിന്നീട് ഒരു വിനയായി. അവിടെ ചെന്ന് മൂത്ത മോളെ പഠിപ്പിക്കാൻ പോയപ്പോ അവള് പഠിക്കത്തില്ല, അവൾക്ക് പിന്നെ സാമ്പത്തികം ഇല്ല, അമ്മ പഠിപ്പിക്കണ്ടെന്നുള്ള ഒരു ചിന്തയില് അവള് പിന്നെ പഠിച്ചില്ല. അവിടെ പിന്നെ ഞാൻ മേടിച്ച് ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിക്കും. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഞാനും കുഞ്ഞും കൂടെ ഒരു ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇളയ മോള് പഠിക്കുന്നിടത്ത് പൈസ അയച്ചു കൊടുക്കണം. അന്നേരം ഒരു ടെലഗ്രാം അടിക്കുന്ന എന്റെ സഹോദരിയുടെ ഭർത്താവ്, ആ പൂർണിമ ആക്സിഡന്റ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ഇത് കേട്ടപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ എൻ്റെ കൂടെ, ഒരാൾ നാട്ടിലെ. വേഗത്തില് എൻ്റെ മൂത്ത മോളെ എൻ്റെ കൂടെയുള്ള ഒരു സ്റ്റാഫിനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് കമ്പനിക്കാരെനിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് അവരെന്നെ ട്രെയിനിൽ കയറ്റി നാട്ടിൽ അയച്ചു. നാട്ടിൽ വന്നപ്പോ ഒന്നുമില്ല. എന്നോട് അവർ ഇത്തിരി പൈസ ചോദിച്ച് അത് കൊടുക്കാത്തതിന് അങ്ങനെ ചെയ്ത്. പിന്നെ ഞാൻ രാത്രി വന്നു. രാവിലെ തന്നെ മോളെയും കൊണ്ട്, ഇളയ മോളെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് ടെലക്സ് അടിച്ച് കമ്പനിക്കാർക്ക്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. കുഞ്ഞിനും കൂടെ ടിക്കറ്റ് എടുത്തത് കൊണ്ട് പിന്നെ എൻ്റെ പൈസ ഒന്നുമില്ല. എന്തെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ അന്ന് ഒത്തിരി ഒതുക്കമുള്ളവരായിരുന്നു, വിശപ്പുണ്ട്, എല്ലാം സഹിക്കുന്നവരായിരുന്നു. അങ്ങനെ അങ്ങ് പോകുമ്പോ തൃശ്ശൂരെത്തി. കായംകുളത്തുനിന്ന് തൃശ്ശൂർ എത്തുമ്പോ ഒരു മനുഷ്യൻ താഴോട്ട് ഇറങ്ങുന്നു. അപ്പൊ ഇറങ്ങുമ്പോ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇറങ്ങുമ്പോ ഒരു പൊതി കയ്യിൽ ഇരിക്കുന്ന ആ പൊതി കൊണ്ടുവന്നിട്ട് വെച്ച്
പുള്ളി ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ വരുമ്പോ നീ ചായ ഒന്നും വാങ്ങിച്ച് ഈ കുഞ്ഞിന് കൊടുത്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആരോ യാത്രക്കാരല്ലേ. ഞാൻ അത്ര മൈൻഡ് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നുമില്ല. ഹൃദയത്തെ വേദന, ഒരാൾ അവിടെ ഒരാൾ ഇവിടെ, ഇങ്ങനെയില്ല. അത് ഇങ്ങനെ ഒരു ടെൻഷനിലൂടെ പോകുമ്പോ ഈ ഇറങ്ങാൻ പുള്ളി അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഒരു പൊതി എന്റെ മോളുടെ കയ്യിലോട്ട് കൊടുത്തു. അപ്പം പുള്ളി അങ്ങ് ഇറങ്ങുകയും ചെയ്തു. ട്രെയിനും വന്നു വിട്ട്. അയ്യോ ഇതെന്തുവാ സാധനം, ഞങ്ങള് തുറന്നു നോക്കുമ്പോ 350 രൂപയുണ്ട് അതിനകത്ത്. ഒരു കവർ, പിന്നെ പേപ്പറിൽ പൊതിഞ്ഞ്. എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾക്ക് അവിടം വരെയുള്ള ചെലവിനുള്ള പൈസ അതിൽ നിന്നായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ എത്തി. മക്കളെ അവിടെ ചെന്നപ്പോ എന്റെ ഓഫീസുകാർ പറഞ്ഞു ഇവിടെ കേരള സ്കൂളുണ്ട്, നമുക്ക് ഇവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇളയ മോളെ കേരള സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. കേരള സ്കൂളിൽ ചെന്നപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു മൂത്ത മോളും കൂടെ പഠിക്കട്ടെ, രണ്ടുപേരെയും കൂടെ ഒരുപോലെ ചേർക്കാൻ, നീ 10 പഠിച്ചത് അങ്ങ് മറക്കാൻ പറഞ്ഞു. അപ്പൊ മൂത്ത മോള് സമ്മതിച്ചില്ല, എനിക്ക് പഠിക്കണ്ടെന്നും പറഞ്ഞ് അവൾ അങ്ങ് പിന്മാറി. പിന്നെ ഇളയവളെ 8ാം ക്ലാസ്സിൽ തന്നെ 2 വർഷം അവിടെ ചേർത്ത് പഠിപ്പിച്ച് പഠിക്കാൻ ആയതുകൊണ്ട് അവൾ അവിടെ പഠിച്ച് ജയിച്ചു. അങ്ങനെ പഠിച്ച് 12ാം ക്ലാസ് വരെ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മുൻപോട്ട് പഠിപ്പിക്കാനുള്ള ആസ്തിയൊന്നും എനിക്കില്ലാതെ വന്നപ്പം പിന്നെ ഞാൻ സെക്രട്ടറിയൽ കോഴ്സ് പഠിപ്പിക്കാമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ അതിനകത്ത് ഇതിനോടകം ഇത്രയും സംഭവങ്ങൾ ഈ നടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കർത്താവിനെ കണ്ടെത്താൻ ഒരു അവസരം ഉണ്ടായത്. ഞാൻ ഈ പിള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ട് എനിക്കൊരു ഒരു ജോലിയും കിട്ടി, ഇച്ചിരി സ്വസ്ഥമായിരിക്കുന്ന സമയത്ത്, ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൈ പെരുക്കുന്നു, കാല് പെരുക്കുന്നു, ഈ മുഖം ഒരു വശത്തോട്ട് കൂടുന്നുണ്ട്. അതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു, അവനോട് ഞാൻ പറഞ്ഞു മാലിക്ക് മേഡം വരുമ്പോ നീ പറയണം എനിക്ക് സുഖമില്ല, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് വീടിനടുത്ത് തന്നെയാ കമ്പനി. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല, ഈ ഒരു സൈഡ് അങ്ങ് അനക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റിയ പിന്നെ അങ്ങനെ എന്റെ മേഡം പിന്നെ വന്ന് അറിഞ്ഞിട്ട് അവര് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു തിരുമ്മി എടുക്കണം. ആ കോട്ടയ്ക്കലാര് അവര് പറഞ്ഞു ഒരു ദിവസത്തേക്ക് 1500 രൂപ വേണം, 15 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മേഡത്തിനോട് ഞാൻ പറഞ്ഞു വേണ്ട മേഡം, ഇതൊക്കെ അങ്ങ് മാറും, കുഴപ്പമില്ല. അവര് കുറച്ച് പൈസ എന്റെ കയ്യിൽ തന്നിട്ട് ഒരു ദിവസത്തെ മരുന്നും വാങ്ങി തന്നിട്ട് അവരങ്ങ് പോയി. ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ കട്ടിലേ കിടന്ന് കരഞ്ഞോണ്ട് കിടക്കും. അപ്പം കരഞ്ഞോണ്ട് കിടക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് ക്രിസ്ത്യാനി ഒന്നേ അറിയത്തുള്ളൂ, ആരാ ഏതാ വിഭാഗങ്ങളൊന്നും അന്നും അറിയത്തില്ലല്ലോ. ആകെ ക്രിസ്ത്യാനി എന്നൊരു വിഭാഗം അറിയത്ത. അപ്പൊ എന്റെ കൂടെ ജോലിക്കൊക്കെ വരുന്ന പിള്ളേര് അവര് പള്ളിയിൽ പോവാന്ന് പറയുമ്പോ ഞാൻ ഓരോ പാക്കറ്റ് മെഴുകുതിരി വാങ്ങിച്ച് കൊടുത്തു വിടുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കാട്ടിലെ കിടക്കുമ്പോ ഞാൻ ചോദിച്ചു കർത്താവ് ഇവിടം വരെ എന്നെ കൊണ്ടുവന്ന് ഇപ്പൊ ഈ 2 പെൺകുഞ്ഞുങ്ങളുണ്ട്, ഞാൻ ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ, അവരെ എന്നാ പിന്നെ എന്തിനാ എന്നെ ഇവിടെ വരെ എത്തിച്ച്. ഇങ്ങനെ ഞാൻ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ കട്ടിലിൽ കിടക്കുമ്പോഴ് വെളിയിൽ ആരോ കതവെ തട്ടുന്നു. ആരാണെന്ന് ഇങ്ങനെ കഴുത്ത് തിരിച്ച് നോക്കുമ്പോ അവര് പറയാ അയ്യോ ഇത് തന്നെയാ ഇത് തന്നെയാ ഇത്, ഇങ്ങനെ സംസാരം കേട്ട. അപ്പൊ അവര് കയറി വന്നപ്പം ഞാൻ താമസിക്കുന്നതിന് ഏതാണ്ട് ഒരു 20 കിലോമീറ്ററും ദൂരെയാ ചർച്ച്. അവിടെ 21 ദിവസം ചർച്ചോക്കോട് ചർച്ചില് 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴേ അവിടെ 4 പേർക്ക് ദർശനം കൊടുക്കുന്നു. ഞാൻ താമസിച്ച സ്ഥലം കിടുക്കികാവി പോകും. ഇത്രയും മാത്രം അവരോട് പറയും, നിങ്ങൾ കിടുക്കികാവി പോകും. എന്റെ ചിത്രം ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെല്ലാം കൂടെ അന്തം വിട്ടിട്ട് ആരാ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആള്, സ്ഥലം ഏതാ, ഒരു സ്ഥലം പറഞ്ഞാൽ എവിടാന്നറിയാതെ അവരെന്നിട്ടും മടിച്ചില്ല. ദൈവവചനമല്ലേ, ദൈവത്തിന്റെ ദൂതല്ലേ. ഇറങ്ങിയപ്പോ അവർക്ക് ഒരാശയം വന്ന് അവരുടെ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു കുറെ നാളിന് മുമ്പ് അവര് വരുന്നില്ല. അതും ആ ഏരിയയിലാ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അങ്ങനെ അവര് എന്നെ തെരഞ്ഞു അവര് വരുമ്പോ ഈ വീട് മാത്രമേ തുറന്നു കിടപ്പുള്ളൂ, ഒരല്പം തുറന്ന്, ബാക്കിയെല്ലാം ലോക്കാ. വാടക വീടല്ല, എല്ലാം 6, 7, 8 വീട് ഒന്നിച്ചുള്ളതല്ല. അപ്പൊ ഇവിടെ മാത്രം ആ പാതി കതവ് തുറന്നു കിടക്കും. അപ്പൊ അങ്ങനെ അവര് തള്ളി നോക്കിയപ്പോ ഞാൻ തന്നെ അയ്യോ ഇത് തന്നെ. അങ്ങനെ അവര് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കാലിലൂടെ എന്തോ വലിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് ചോദിച്ചു ഞാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് അവര് പോയി. അടുത്ത ദിവസം അവര് പ്രാർത്ഥിക്കാൻ വന്നപ്പോ നമ്മുടെ അടുത്ത ഒരു വീട്ടിലെ ഒരു ഫാമിലി ഉണ്ട്, അവരുടെ ഒരു കുഞ്ഞ് ഓടി അങ്ങോട്ട് വന്ന് ഈ ആൾക്കാർ വന്ന് ഈ പ്രാർത്ഥിക്കുന്ന കേട്ടു. ഈ കുഞ്ഞ് അങ്ങോട്ട് വന്ന് കയറി വരുമ്പോ ഒരു സ്റ്റൂളയിൽ ഇരുന്ന് ആ മരുന്നെല്ലാം കൂടെ കൊച്ചിന്റെ കൈ തട്ടി അതൊക്കെ താഴെ പോയി, കുപ്പിയെല്ലാം അങ്ങ് പൊട്ടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല, ദൈവത്തിന്റെ ഇഷ്ടം. അതും ഒരു പാവപ്പെട്ട സ്ത്രീ, അവര് ഈ മരുന്ന് ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ അതിന് വിഷമിക്കണ്ട,
പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കാം. എന്റെ മനസ്സിലോട്ട് വിശ്വാസം അന്നേരെ തുടങ്ങി. അത് ദൈവം വിടുവിക്കും, ഇവരുടെ പ്രാർത്ഥന എനിക്ക് വിടുതലാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് അവര് പോയി. എന്തായാലും 13-ാം ദിവസം രാത്രി, 12-ാം ദിവസം രാത്രിയില് ഞാൻ നോക്കുമ്പോ എന്റെ കൈ നുവരുന്നു, മുഖത്ത് കുഴപ്പമില്ല, കാല് നുവരുന്നു. രാത്രി ഞാൻ എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പോ എനിക്ക് നിൽക്കാൻ പറ്റുന്നു. എനിക്ക് ശരീരത്തിന് നല്ല വിടുതൽ കിട്ടി. ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയി ട്യൂബ് വെല്ല് ഓണാക്കി വെള്ളം, നല്ല ചൂട് വെള്ളം, അതിൽ പോയി കുളിച്ച് വന്ന് മോളെ സ്കൂളിലും വിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് വന്ന് ഇവ സീറ്റെല്ലാം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ ചെന്ന് ഇവര് പ്രാർത്ഥിക്കാൻ വരുമ്പോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പൊ കട്ടൻ കാപ്പി, അന്നൊക്കെ കട്ടൻ കാപ്പിയായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ഞാൻ ഇച്ചിരി കാപ്പി ഇടാനായിട്ട് വെള്ളം സ്റ്റവ്വേലോട്ട് വെച്ചോണ്ടിരിക്കുമ്പോ ഇവര് വരുന്നു. ഉച്ചയ്ക്ക് ആരാധനയും കഴിഞ്ഞിട്ട്, അയ്യോ കട്ടിലേ കിടന്ന ആളെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, കട്ടിലേ കിടന്ന ആളെ കർത്താവ് സൗഖ്യം തന്നതാ, ഞാനാണെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് അവര് കുടിച്ചിട്ട് അങ്ങ് പോയി. പക്ഷെ നമുക്കെല്ലാം വരുന്ന ഒരു പ്രയാസം. അന്ന് ഞാനതുകൊണ്ട് ഇപ്പൊ സാക്ഷ്യം പറയുമ്പോ എല്ലാവരോടും പറയും, നമ്മള് ഒരു രോഗിയെ ചെന്ന് കണ്ടോ, ഒരു ആൾക്കാരെ ചെന്ന് കണ്ട് വിശ്വാസത്തിൽ ചെന്ന് അവർക്ക് ഒരു വിശ്വാസം വന്നാൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കണം, ഒരു ബൈബിള് കൊടുക്കണം, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വേണം നമ്മൾ അവിടുന്ന് പോകാൻ. ഇവരൊന്നും ചെയ്തില്ല. ഇവര് പ്രാർത്ഥിച്ചു, എന്റെ സൗഖ്യം കണ്ടു സന്തോഷത്തോടെ ഇവരങ്ങ് പോയി, കാപ്പിയും കുടിച്ചിട്ട് ഇവരങ്ങ്. എനിക്കോ പിന്നെ അറിയത്തുമില്ല ചർച്ച എവിടാ, സഭ എവിടാ. അന്നൊരു പട്ടിക്കാടാ ഞാൻ താമസിക്കുന്ന ആ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞൊരു പട്ടിക്കാടാ, മനുഷ്യത്വം ഇല്ലാതെയും. നമ്മളെ പിള്ളേരെയൊക്കെ ഞാൻ പേടിച്ചാ കൊണ്ട് സ്കൂളിലൊക്കെ വിട്ട് അവർ വരുന്ന സമയത്ത് കാത്തിരുന്നൊക്കെ ഉണ്ട്. അതുപോലെ ഒരു വല്ലാത്ത സ്ഥലമായിരുന്നു അവിടെ. അപ്പൊ ഞാൻ മേടിക്കും, ഇവിടെ ഈ ചർച്ച, ഇനി എവിടെ ഞാൻ ചർച്ച ഇറക്കി പോകുന്നത്? അപ്പൊ ഇനി ഈ വീട് ദോഷമുള്ളതായിരിക്കാം. മനസ്സുകൊണ്ട് ജാതികമായി ആ ചിന്ത കൊണ്ട് ഈ താമസിക്കുന്ന വീടിന് എന്തോ ദോഷമുള്ള വീടാ എന്ന് പറഞ്ഞിട്ട് അയാൾ വേറൊരു വീടൊക്കെ എടുത്തു. അവിടെ പോയി. അവിടെ ചെന്നപ്പോ നല്ല കബോർഡുകളൊക്കെ ഉണ്ട്. അവിടെ കുറെ വിഗ്രഹങ്ങളും വിളക്കും കാര്യങ്ങളെല്ലാം വെച്ചു പൂജ തുടങ്ങാനായിട്ടൊക്കെ തുടങ്ങി. എന്ത് ചെയ്തു, കുളിച്ച് വൃത്തിയായി അവിടെ ചെന്നിട്ട് തിരി കത്തിക്കുമ്പോ എന്റെ കണ്ണ് കാണത്തില്ല. മാച്ചീസ് എനിക്ക് ഉരയ്ക്കാൻ പറ്റത്തില്ല, കണ്ണ് കാണത്തില്ല. അപ്പൊ അവിടുന്ന് അതങ്ങ് വിടും. പിന്നെ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകുമ്പോഴും അമ്പലത്തിന്റെ മതിലിന് ഇപ്പുറം വരെ പോകാൻ പറ്റത്തുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഛർദ്ദിക്കുക, തല കറങ്ങുക, ഛർദ്ദിക്കുക. നമ്മൾ എന്തെങ്കിലും അസുഖമാണോ എന്ന് അറിയിക്കും. അവൻ അവസാനം രാത്രി കാലങ്ങളിൽ ഇരുന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങ് എനിക്ക് സൗഖ്യം തന്നെന്നറിയാം, പക്ഷെ എന്റെ കൂടെ ഉള്ളത് 2 പെൺകുഞ്ഞുങ്ങളാ, ഞാൻ ഇവരെയും കൊണ്ട് എങ്ങോട്ട് പോകും? എനിക്കൊരു ചർച്ച് കാണിച്ചതാ, ഞാൻ പോകാം, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് രാത്രി ഇരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുക. രാവിലെ കുഞ്ഞിനെ മോളെ സ്കൂളിലും വിട്ടിട്ട് മൂത്തവളെ ഞാൻ ടൈപ്പ് ഷോട്ടാനും പഠിക്കാൻ വിട്ടിട്ട് ഞാൻ ഒരു ജോലി അന്വേഷിച്ച് വെളിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു സിസ്റ്റർ അങ്ങോട്ട് വരുന്നു. എന്റെ വീടിന്റെ വാതക്കലെത്തി. സിസ്റ്ററെ, അപ്പൊ അവരെന്നെ എന്തോ വല്ല പരിചയം പോലെ എന്നോട് വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ ചർച്ചയിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് എന്നെ പുറന്നോട്ട് ദൈവാത്മാവ് കൊണ്ടുവന്നതാ, സിസ്റ്ററിനോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞ സംസാരിച്ചോ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ അവരെനിക്കൊരു ചർച്ചിന്റെ ഒരു ഇത് തന്ന അഡ്രസ് അവർക്ക് പൂർണ്ണമായി അറിയത്തില്ല. അവരെന്നോട് പറഞ്ഞു, ഒരു പ്രോപ്പർട്ടി ഡീലറിന്റെ ബോർഡുണ്ട്, അതിനോട് ചേർന്നാണ് ഒരു ചർച്ച എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഈ ജോലി അന്വേഷിച്ച് പോയി ആ സ്ഥലമെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വഴികളാ, ഒരു വഴി കൂടെ ചെന്ന് വേറൊരു വഴി കൂടെ ചെന്ന് വേറൊരു വഴി കൂടെ ചെന്ന് വഴി തെറ്റിപ്പോകും. അങ്ങനെ പോയി 3-ാം ദിവസം ഞാൻ വന്ന് നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടി ഡീലറിന്റെ മുൻപിൽ, ആ കടയുടെ മുമ്പിൽ. ഒരു പഞ്ചാബിക്കാരന്. അവരുടെ കടയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ കാണാം പിന്നെ ചർച്ച ഉണ്ടോ? അപ്പൊ ചർച്ച ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, അപ്പുറത്തൊരു മലയാളികൾ താമസിക്കുന്നു, അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെല്ലുമ്പം അന്ന് ചർച്ചും വീടും എല്ലാം വീട്ടിൽ തന്നെയാണല്ലോ ആരാധനകള്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, പാസ്റ്ററാണോ? അതെ. പാസ്റ്ററിന്റെ വീടാണോ? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പാസ്റ്ററിന്റെ വീടും ചർച്ചും കൂടെ വന്നാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി ചെന്ന് പാസ്റ്റർ എന്നോടക്ക് വേണ്ടിയിട്ട് എന്നോട് ഒന്നും സുവിശേഷം ഒന്നും പാസ്റ്റർ പറഞ്ഞില്ല. പാസ്റ്ററോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ സിസ്റ്ററെ, ദൈവം വിടുവിക്കും. ഒരു കാര്യം ചെയ്തു, നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു, കുഞ്ഞുങ്ങളെയും കൊണ്ട് വാ, നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് എന്തെങ്കിലും നേടാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ എന്റെ ശരീരത്തിലെ ആ പാരമ്പര്യ ഒരു ബന്ധനം എന്റെ ശരീരത്തു നിന്ന് അഴിഞ്ഞു പോകുന്ന പറഞ്ഞാൽ 2 പ്രാവശ്യം ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോ എന്റെ തലയിലെ സാരി പറന്നു പോകുന്നതായിട്ട് തോന്നി. ആ സാരി പറന്നു പോയില്ല. 3-ാമത് ഞാൻ വീണ്ടും ഹൃദയത്തിൽ ഒരു ദൃഢനിശ്ചയം എടുത്തു, ഇനി ഞാൻ കണ്ണു തുറക്കത്തില്ല. ആമേൻ പറയുന്നവരെ ഇനി ഞാൻ കണ്ണു തുറക്കത്തില്ല. അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ ആമേൻ പറയുമ്പോ എന്നെ കെട്ടിയിരുന്ന ഒരു കയറ് ഇങ്ങനെ കെട്ടി വലിച്ചു കഴിയുമ്പോൾ ഞാൻ തെറിച്ച് പുറന്നോട്ട് പോകുന്നത് പോലെ പെട്ടെന്ന് പുറന്നോട്ട് അങ്ങ് പോകാനിടയായി. അങ്ങനെ ദൈവ സാന്നിധ്യം അന്ന് രുചിച്ചറിഞ്ഞ്
വീട്ടിൽ ചെന്നപ്പോ എന്റെ മോള് ചോദിക്കുന്ന, അമ്മയുടെ മുഖം തന്നെ സ്വർണ്ണ കളർ പോലിരിക്കുന്ന, എന്താ സംഭവിച്ചത്? അമ്മ പോയതുപോലെ അല്ലല്ലോ വന്നത്, അമ്മയ്ക്ക് ജോലി കിട്ടിയോ എന്നൊക്കെ. അപ്പൊ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ ഇന്ന പോലൊക്കെ കാര്യങ്ങളാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, അമ്മേ നമുക്ക് പോകാൻ ചർച്ചിലെന്ന് മോള് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അടുത്ത ദിവസം ഞാനും മൂത്ത മോളും കൂടെ ചർച്ചിൽ പോയി. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഇളയ മോക്ക് പഠിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. പകലെ പോയില്ല, രാത്രി പോകാനും കൊണ്ടുവരാനും ഒന്നും ആരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പകല് പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇളയ മോൾക്ക് ശനിയാഴ്ച അവധിയാണ്. ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് 3 പേർക്കൂടെ ചർച്ചിൽ പോകാം. അപ്പം അവിടെ മനസ്സിൽ എന്തോ, ഇളയുടെ മനസ്സിൽ ഒരു യാക്കോബക്കാര് എന്തോ പറഞ്ഞു കൊടുത്ത് അവരുടെ ഹൃദയത്തിൽ ഇരിക്കുക, നിങ്ങൾ ബെന്തിക്കോസിൽ പോയാല് ബെന്തിക്കോസുകാര് ഫോട്ടോ എടുത്ത് അമേരിക്കയ്ക്ക് അയച്ചു കൊടുത്ത് കാശുണ്ടാക്കാൻ നിങ്ങൾ ബെന്തിക്കോസിലൊന്നും പോവരുതെന്ന് ഇളയ മോളോട് ഒരു യാക്കോബക്കാരി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവള് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അവരെ ഉള്ളു അവിടെ. ഞാൻ ജോലിക്ക് പോകും, മൂത്ത മോള് പഠിക്കാനും പോകും, ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിക്കാൻ പോകുമ്പോഴേ. അപ്പൊ ഇവരാരും നമുക്കൊരു പ്രൊട്ടക്ഷൻ അവിടെ. അപ്പൊ ഇവര് ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും പോവാൻ നേരത്ത് മൂത്തവളോട് ഇളയവള് ഇങ്ങനെ പറഞ്ഞു ഇന്നതുപോലെയൊക്കെ. അന്നേരം ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, നീ വാ എന്നും പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ശനിയാഴ്ച ആരാധനയ്ക്ക് പോയി. രാവിലെയും പോയി, വൈകിട്ടും പോയി. വൈകിട്ട് ചെന്നപ്പോൾ ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഗസ്റ്റ് പാസ്റ്റർ വന്നത് ഇച്ചിരി വന്നതും ഇവൾ എന്ത് ചെയ്ത് പുറകിൽ പോയി, ഏറ്റവും പുറകിൽ ഇങ്ങനെ നോക്കി ചാരി ഇരിക്കുവാ, ഇവിടെ എന്തോ സംഭവിക്കുന്നു കാണണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ മുന്നിൽ പോയി ഇങ്ങനെ ഇരിപ്പുണ്ട്. അതായത് ചെറിയ ഒരു ഹോള്, ആദ്യം ചെല്ലുന്നവർക്ക് ഇരിക്കാനേ സ്ഥലം കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഇവള് വായിക്കല്, ഈ പാസ്റ്റർ വന്നതും ദൈവാത്മാവ് പ്രേരിപ്പിച്ച് ആദ്യത്തെ ദൂത് തന്നെ എൻ്റെ ഇളയ മോക്കായിരുന്നു. അവളോട് എന്ന് പറഞ്ഞ്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ അബ്രഹാമിനെ പോലെ രാജ്യം നിന്റെ ബന്ധുക്കളെയും സുജനത്തെയും വിട്ട് നീ വേർതിരിയുന്നേ, നിനക്ക് നിന്റെ പഠനത്തിലും നിന്റെ ഉയർച്ചയിലും നിനക്ക് അനുഗ്രഹമുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഇവര് കരഞ്ഞ് ചാടി എഴുന്നേറ്റ്. ഞങ്ങൾ നോക്കുമ്പോൾ പുറയിൽ ആരോ കരയുന്നു. അപ്പം പറഞ്ഞു, ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. അപ്പൊ എനിക്ക് മൂത്ത മോക്കും സന്തോഷം. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് വീണ്ടും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഞങ്ങൾ അങ്ങനെ ഉറച്ചു നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചു. അപ്പൊ ഞങ്ങള് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നോ ഇല്ലയോ അങ്ങനെയുള്ള പ്രോഗ്രാം ഇതും. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായ സ്നാനത്തൊട്ടിയില്ല. അപ്പൊ അന്നേരം എക്സ്പെൻസാ അവിടെയൊക്കെ. ഈ ചൂട് കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ നിറയ്ക്കാൻ എക്സ്പെൻസാ. അങ്ങനെ ഞങ്ങളെ തുടർ മീറ്റിങ്ങിലെല്ലാം പോവുകയും വരികയും ചെയ്തു. 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങളെ സ്നാനപ്പെടുത്തുന്നത്. ഇങ്ങനെ സ്നാനപ്പെടുമ്പോൾ അപ്പൊ അതുവരെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കൾക്ക് ആഭരണത്തോടുള്ള ഭ്രമം വന്നു. ഈ ആഭരണം കളയണോ എങ്ങനെയാന്ന്. എൻ്റെ കാതിലൊരു സ്വർണ്ണക്കമ്മലായിരുന്നു. അത് രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ എൻ്റെ കാതിലൊരു വേദന വന്നിട്ട് ഊരി തലക്കീഴെ വെച്ചിട്ട് കിടന്നു, തലേണയുടെ അടിയിൽ. അത് കണ്ടില്ല. പിന്നെ അത് എവിടെ പോയെന്ന് കണ്ടില്ല. രാവിലെ ജോലിക്ക് പോകുന്ന ധൃതിക്ക് ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് അങ്ങ് പോയി. ഓഫീസിൽ ചെല്ലുമ്പോൾ എൻ്റെ കാതി കമ്മലില്ല. പിന്നെ അതങ്ങ് വിട്ട്. പിന്നെ വന്നു ഇവിടെ നോക്കിയിട്ട് ആ സ്വർണ്ണക്കമ്മൽ കിട്ടിയില്ല. പോട്ടെ, സാരമില്ലെന്ന് വെച്ചാൽ. അങ്ങനെ ആയപ്പോഴാണ് മൂത്ത മോളും കമ്മലുകളെല്ലാം വരവിൻ്റെ ഒക്കെ ഇട്ടിട്ട് കാതെല്ലാം പഴുത്ത് ഇവിടെ വരെയാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മൾ ചർച്ചയിൽ പോവല്ലേ, ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ സ്വയമായിട്ട് ഇതെല്ലാം അങ്ങ് നിയന്ത്രിച്ച് പോകാം എന്ന കുറച്ച് ദിവസം നീ ഒന്ന് ഊരി വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ അതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാതിലെ പാടും ആ പഴുക്കുന്ന അവസ്ഥയെല്ലാം അങ്ങ് മാറി. അങ്ങനെ മൂത്തവള് ആ ആഭരണം ഉപേക്ഷിച്ച് അങ്ങനെ ഞങ്ങൾ എനിക്ക് സ്നാനപ്പെട്ടില്ല. അതിന് മുമ്പ് ഞങ്ങൾ ഇത്രയെല്ലാം ഞങ്ങൾ തന്നെ ക്രമീകരിച്ചു. അപ്പോൾ ഇളയ മോള് പറഞ്ഞില്ല, ഞാൻ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും ബഡ്സ് ഒക്കെ എടുത്ത് കാതിലിട്ടുകൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ആ ഒരു കാതിലെ ഇത് കണ്ടില്ല. അപ്പൊ കൂട്ടുകാരി ചോദിച്ചു, നിന്റെ ഒരു കാതിലെ എന്തി? അയ്യോ ഉണ്ടല്ലോ. അന്നേരം പറഞ്ഞു, ഇത് നാണക്കേടാ, മറ്റേത് ഊരി പോക്കറ്റിലിട്ട് താഴെയും കണ്ടുപോയി. ഇവിടെ വന്നപ്പോ 2 കാതിലും ഇല്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും ആഭരണം ഞങ്ങൾ തന്നെ അങ്ങ് വർദ്ധിച്ച് നല്ലതായ ദൈവത്തിന് അങ്ങ് സമർപ്പിച്ച് വന്ന് 97 മെയ് 12 ഞങ്ങൾ സ്നാനപ്പെട്ടു. ഞങ്ങൾ 3 പേരും കൂടെ. നല്ല അന്ന് വെള്ളമില്ലെങ്കിലും വേറൊരു ചർച്ചയിൽ വെച്ചായിരുന്നു സ്നാനം. ആ സ്നാനത്തിന് അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ആ തളർച്ച വന്നപ്പോൾ എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ച വ്യക്തികളെ കാണുന്നത്. ആ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയ്ക്കായിരുന്നു ദർശനം കൊടുത്തത്. അവരാണ് വന്ന് എനിക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചിട്ട് പോയത്. പക്ഷെ അവര് പറയൂ, ഞങ്ങളുടെ കുറ്റം ഞങ്ങൾ ഓർക്കുന്ന, അന്ന് ഞങ്ങൾ പിന്നെ പോയില്ലല്ലോ, കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ ഒത്തിരി എനിക്ക് ഹെൽപ്പായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നല്ലോ.
അങ്ങനെ പിന്നെ മക്കളുടെ കല്യാണവും കാര്യവും ഒക്കെ വന്നപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ഒത്തിരി സഹകരിച്ച് അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ ഇരുന്ന് 97 സ്നാനപ്പെട്ടെല്ലാം കഴിഞ്ഞപ്പം അടുത്ത ദിവസം തന്നെ എനിക്ക് ഈ വിശ്വാസത്തിൽ ഞാൻ വന്ന് ഞങ്ങൾ ചർച്ചിൽ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത ദിവസം അപ്പൊ പാസ്റ്റർ ചോദിച്ചു എനിക്ക് ജോലിയായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പാസ്റ്റർ, ഇങ്ങനെ പലരും ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്, ഞാൻ പോകണം. അപ്പൊ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് തിങ്കളാഴ്ച ഒരു ഇന്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പോൾ 20,000 രൂപ ശമ്പളം ഒരു ജോലിയൊക്കെ അവർ വാഗ്ദാനം ചെയ്തു. അവരെന്നോട് പിന്നെ അതിന്റെ ലെറ്ററൊക്കെ തന്നു. അവിടെ ചെന്നപ്പോൾ അവർ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൺഡേയിലൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു ധൈര്യം വന്നിട്ട് ഞാൻ പറഞ്ഞ് ഈ ലെറ്റർ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ വാടകയ്ക്ക് വീട് എടുത്തിട്ടിട്ടുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുള്ളതാ, സൺഡേയിൽ എനിക്ക് ജോലിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഈ ലെറ്റർ ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. വിശ്വാസത്തോടെ തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പം ഞങ്ങളുടെ ചർച്ചിലെ ഒരു ബ്രദർ പിന്നെ ഓഫർ ഒരു ലെറ്ററും ഒരു ഫോൺ നമ്പരും കൂടെ തന്നിട്ട് പറഞ്ഞു ഇതും കൊണ്ട് നാളെ അവിടെ ചെല്ലണം. അവിടെ ചെന്നാൽ സാധാരണ ഞാനൊരു ജോലി അന്വേഷിച്ച് ചെന്നാൽ ഗാർഡ് നമ്മളെ കയറ്റത്തില്ല, തലയൊക്കെ നരച്ചതായതുകൊണ്ട്. പക്ഷെ അവിടെ എന്താ ഓഫർ, വയസ്സായ ഒരു സ്ത്രീയെ മതി, ഇച്ചിരി പ്രായമുള്ളവരെ മതി എന്നായിരുന്നു. പക്ഷെ ഞാൻ നേരെ മാനേജറുടെ റൂമിൽ ചെന്നു, ലെറ്റർ കൊടുത്ത് അവര് ജോയിൻ ചെയ്തു. എന്നെ അവിടുന്ന് ജോയിൻ ചെയ്തു. നല്ല ശമ്പളത്തോടെ ജോലി കിട്ടി. അതോടാണ് പിന്നെ മോളുടെ പഠനം എല്ലാം തുടർന്ന് കൊണ്ടുപോയി. അങ്ങനെ നല്ലൊരു രീതിയിലൊക്കെ വന്നിരുന്നു. ആ സമയത്താണ് എൻ്റെ കാലിൽ ഈ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവം ഓരോ അത്ഭുത പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. സ്നാനത്തിന് മുമ്പ് തന്നെ ഈ ജോലി കിട്ടി. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാലില് ഈ വെരിക്കോസ് വെയിൻ ഇങ്ങനെ വന്നിട്ട് ചുരുണ്ട് കാലിന്റെ മുട്ടിന്റെ താഴെ കിടക്കും. അപ്പൊ നമുക്ക് കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യാനൊക്കെ അക്കൗണ്ട്സിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇരുന്ന് അപ്പൊക്കെ ഉള്ള കസേരയില്ല, ഞാൻ പിന്നെ നിന്നായിരുന്നു ജോലി ചെയ്യുന്നത്. അതിന് ഞാൻ വീട്ടിൽ വന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് 13-ാം ദിവസം രാത്രിയിൽ ഞാനും കുഞ്ഞുങ്ങളൂടെ കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് മക്കൾ കയറി കിടന്നു. ഞാൻ തറയെ തന്നെ ഒരു പായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടോട്ട് അങ്ങ് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ഒരു പിന്നെ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുക. ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നു. എൻ്റെ ചുറ്റിനും പ്രകാശം, നല്ല വെള്ള വസ്ത്രം ഇട്ടവരുണ്ട്. പക്ഷെ എനിക്ക് കണ്ണു തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. ഒരു വ്യക്തി നിൽക്കുന്നത് വലിയ നല്ല വെള്ള പ്രകാശമാണ്. എനിക്ക് ആ കണ്ണങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ നിൽക്കുന്ന വ്യക്തി എൻ്റെ കാലിന്റെ ഉപ്പൂറ്റിയെന്ന് എന്തോ ഇങ്ങനെ കുത്തി വലിച്ച് ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ ലേറ്റായിപ്പോയി, ഓഫീസിൽ പോകണം. രാവിലെ എഴുന്നേറ്റപ്പം പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോ കാല് മടങ്ങുന്നു. അപ്പോഴാ നോക്കുമ്പോ എൻ്റെ കാലില് വെരിക്കോസ് വെയിൻ ഇല്ല. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. എൻ്റെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ദൈവത്തോട് അടുക്കാനുള്ളവരാ. എന്നിട്ട് ഞാൻ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു ഇന്നലെ എനിക്ക് സുഖമില്ല, ഞാൻ ഉറങ്ങിപ്പോയ. സാരമില്ല, ലേറ്റായാലും പോരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ജോലിക്കും പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പിന്നെ ജോലിയൊക്കെ കിട്ടി. പിന്നെ ഈ പിള്ളേർ പഠിച്ച് അവരൊക്കെ ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജോലി പിന്നെ അപ്പൊ ഞങ്ങളുടെ ജോലിയിലും അവിടെ ഭയങ്കര മത്സരങ്ങളും വഴക്കും. അവർ ഓഫീസ് ചേഞ്ച് ആവുന്നു, പല സ്ഥലത്തേക്ക് ആൾക്കാരെ വിടുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളെയും രണ്ടുപേരും പഠിത്തമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും, മൂത്തവളെയും ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് NITയുടെ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിപ്പിച്ചു. അവളെ ഒരു ഓഫീസിലേക്ക് അങ്ങനെ അവൾക്ക് ജോലിയാക്കി. മൂത്തവളും പ്രീ ഡിഗ്രി പാസ്സായി, സെക്രട്ടറി കോഴ്സും പാസ്സായതിനോടൊപ്പം തന്നെ NITയുടെ കമ്പ്യൂട്ടർ കോഴ്സിനും പാസ്സായി. എല്ലാം അവൾക്ക് ഫസ്റ്റ് റാങ്ക് ആയല്ലോ. അങ്ങനെ അവള് പാസ്സായി തന്നെ ശ്രമിച്ച് നല്ല ജോലികളിലൊക്കെ അങ്ങ് കയറി. അങ്ങനെ ഇവർ രണ്ടുപേരും ജോലിക്ക് കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞങ്ങൾ 3 പേരും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളല്ലേ, അവരുടെ ഒരു ഭാവി എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഭാവി എൻ്റെ മനസ്സിൽ നമ്മൾ പലത് ലോകത്ത് കാണുന്നുണ്ട്. ആ ലോകത്തിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ പോവരുത്, അവരിൽ ഒരു കടിഞ്ഞാണ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയതുകൊണ്ട് പിള്ളേർ രണ്ടും ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് പിന്നെ അടുത്ത് എന്ത് ചെയ്യണം അങ്ങനെ ഇരുന്ന് ഞാൻ ഡേ കെയർ തുടങ്ങാനായിട്ടൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ച് ശാലോം ഡേ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീടൊക്കെ എടുത്തു. അപ്പൊ അത് തുടങ്ങുമ്പോഴാണ് 2002 2001 എൻ്റെ ഭർത്താവ് സ്നാനപ്പെട്ടെന്ന് കേട്ടു. നാട്ടിൽ വന്ന് സ്നാനപ്പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പുള്ളി സ്നാനപ്പെട്ടോ, എന്തിയെ, അപ്പൊ അത് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കും. എൻ്റെ മൂത്ത മോളുടെ അന്നെന്തോ അവരുടെ കമ്പനിയിൽ എന്തോ പ്രശ്നം ഉണ്ടായി, ഒരു കമ്പനി ചേഞ്ച് ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ ജോലി പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് സാരമില്ല, അത് നല്ലതിനായി, നിന്നെ നാട്ടിലോട്ട് വിടാം, നീ പോയി നോക്ക. അച്ഛൻ എങ്ങനുണ്ട്,
പഴയ അച്ഛനാണോ ഇപ്പോഴത്തെ അച്ഛനാണോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അവളെ നാട്ടിൽ വിട്ട് എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക്. അവിടെ വരുമ്പം അതിനു മുമ്പേ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പുരുഷോത്തമൻ ഒത്തിരി പേരുടെ മുമ്പിൽ നിന്ന് കരയുന്നു. അപ്പൊ സാക്ഷ്യം പറയുമ്പോൾ കരയുമ്പോൾ നമുക്കറിയാമല്ലോ പശ്ചാത്താപം കൊണ്ടാണ് കരയുന്നത്. അങ്ങനെയൊക്കെ വിവരങ്ങൾ അറിഞ്ഞു. ഞാൻ പിന്നെ 2002 ജനുവരി 14 അപ്പനും അച്ഛനും മോളും കൂടെ ഡൽഹി വന്നു. ഡൽഹി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പിന്നെ പഴയ ആളെ അല്ല, നല്ല പശ്ചാത്താപ ബോധമൊക്കെ ആയി. പിന്നെ അങ്ങനെ ഇരുന്ന് നമ്മുടെ ചർച്ചിൽ ഒരു ഡയറി മിൽക്ക് ഈ ബൂത്തുണ്ട്, ബൂത്തിലോട്ട് കൊണ്ട് അവിടെ ഇരുത്തി ഇങ്ങനെ രാവിലെ പോകും വൈകിട്ട് വരും. അപ്പം ഞാൻ ഡേ കെയറും പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മക്കൾ രണ്ടുപേരും ജോലിക്കൊക്കെ പോയി. അങ്ങനെ 2002 എൻ്റെ മോൾക്ക് ഒരു കല്യാണാലോചന വന്നു. അപ്പൊ കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദൈവ പൈതലിനെ കിട്ടും. അപ്പം നമുക്കറിയത്തില്ല ഹിന്ദുക്കളെ, നമ്മൾ ഹിന്ദുവിന്ന് വിശ്വാസി വന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയം ഉണ്ട്. എങ്കിലും ഞാൻ ശരി ഒരു വർഷം മൊത്തം ഉപവാസം എടുത്തു. ഒരാഴ്ച ഫുള്ള് ഒരു മാസത്തില് അങ്ങനെ ഉപവാസം എടുത്ത് ഉപവാസം തീർന്നു വന്നപ്പോഴത്തേക്ക് ഡിസംബറിൽ മോളെ കാണാൻ ഒരു പയ്യൻ വന്നു. ചർച്ചിലെ പാസ്റ്റർ വിളിപ്പിച്ച് അവിടെ വെച്ച് കണ്ട് അവർക്കത് സമ്മതമായി. അങ്ങനെ 2002 ഡിസംബർ 28 എൻ്റെ മോളുടെ കല്യാണം നടന്നു. മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു വന്ന് അവിടെയൊക്കെ അപ്പൊ എൻ്റെ ഡേ കെയറും വീടും എല്ലാം കൂടെ ആയിട്ട് വലിയ വീടായിട്ട് പിന്നെ വേറൊരു വീടെടുത്ത് അങ്ങനെ ഡേ കെയറും നടത്തി. അപ്പൊ ഈ വരുന്നവരോടെല്ലാം പറയും 6 മണി കഴിഞ്ഞ് ആരും വരാവൂന്ന് പറയും, വിസിറ്റേഴ്സ് ആയാലും. അങ്ങനെ നിന്ന് മക്കള് മൂത്ത മോടെ കല്യാണം കഴിഞ്ഞ് 2003 ഒരു മോനുണ്ടായി. പിന്നെ ഭർത്താവിനെ കൊണ്ടും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു പ്രയാസം എനിക്ക് ഉണ്ടാവാനിടയായി. അറ്റാക്ക് ഉണ്ടാവുന്ന അതെന്തുവാണെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് എപ്പോഴും തല കറങ്ങും, ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്തുള്ള നേഴ്സുമാര് പിള്ളേരൊക്കെ അവര് ഓടി വന്നിട്ട് നാരങ്ങ വെള്ളം ഉപ്പൊഴിച്ചൊക്കെ തരുമായിരുന്നു. അന്നേരം അങ്ങ് മാറും. അങ്ങനെ ഇരുന്നപ്പോ എൻ്റെ ഡേ കെയറിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന സഹോദരൻ പറഞ്ഞു, അവനെ കാർഡിയാക്കി ജോലി ചെയ്യുന്ന അവൻ പറഞ്ഞു, ഇനി അങ്ങനെ വന്നാൽ ചെയ്യരുത്, ഞാൻ ഞങ്ങളുടെ ഡോക്ടറോട് കൊണ്ടുപോയി കാണിക്കാം, നമുക്ക് ആന്റി അവിടെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അടുത്ത തവണ അങ്ങനെ വന്ന് ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ശരീരം വല്ലാതെ വന്ന് പിള്ളേരെയും കൊണ്ടുവന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് ഭയങ്കര നെഞ്ചിന് വേദനയും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് ഇച്ചിരി വെള്ളം ചോദിച്ചിട്ട് ആ വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പിള്ളേരുടെ ഇടയിലെ കൊച്ചു പിള്ളേർ തറയിൽ കിടക്കും, അവരുടെ ഇടയിലോട്ട് ഞാനും കൂടെ അങ്ങ് കിടക്കുമ്പോൾ എൻ്റെ ബോധം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. വായില് ബ്ലഡ് ഇരിപ്പുണ്ട്, തുപ്പണമെങ്കിൽ അതും പറ്റും. ഇങ്ങനെ കൈ മലർത്തി ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ഗീതവായെങ്കിൽ തരുന്നെന്ന് പറഞ്ഞ് 2 കൈ ഏൽപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ കിടക്കുമ്പോൾ ഞാൻ എവിടെയോ പറന്ന് പോകുന്നതായിട്ട് അങ്ങ് കാണുക, വട്ടത്തിലങ്ങ് കറങ്ങുക. അപ്പോൾ ഉണ്ട് എൻ്റെ മോൾ അതിനോടകം എല്ലാവരെയും വിളിച്ചു, അമ്മ ഇങ്ങനെ കിടക്കുന്നു, ഓടി വാന്ന് പറഞ്ഞു. എല്ലാവരും ചർച്ച ചെയ്യുന്നു, മരുമോനും എല്ലാവരും ഓടി വന്നു. അപ്പോൾ എൻ്റെ മൂത്ത മരുമോൻ ഒത്തിരി ശക്തമായി പ്രാർത്ഥിക്കുന്ന ആള്. അവൻ മുട്ടുകാലയിൽ ഇരുന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ അമ്മയെ തിരിച്ചു തരണം, കൊണ്ടുവരരുത്, അമ്മയുടെ ജീവനെ തിരികെ തരണം പ്രാർത്ഥിച്ച്. പ്രാർത്ഥന തീരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് താഴെ വീഴുമ്പോൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ എൻ്റെ ചുറ്റിനും ആൾക്കാരെല്ലാം നിൽക്കുക. അപ്പൊ എനിക്ക് മങ്ങിയ വെളിച്ചമേ കാണുന്നുള്ളൂ. ഞാൻ നേരം ഇങ്ങനെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞ് എന്നെ ഒന്ന് താങ്ങിയിരുത്താൻ. അപ്പൊ ഒരു കട്ടിലയിലോട്ട് എന്നെ താങ്ങിയിരുത്തുമ്പം ഞാൻ പറഞ്ഞു എനിക്ക് തുപ്പണം. അപ്പൊ അവര് വെച്ച് വെള്ളത്തിന്. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ മഗ് ഇരിപ്പുണ്ട്. ആ മഗ് എടുത്ത് തന്നു. അതിനകത്ത് തുപ്പുമ്പം ബ്ലഡ് വീഴുക. പിള്ളേരൊക്കെ കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പിള്ളേരോട് പറഞ്ഞു, കരയണ്ട, തൊണ്ട മുറിഞ്ഞതാ. ഇങ്ങനെ ആക്ഷനിൽ കൂടെ പറഞ്ഞ തൊണ്ട മുറിഞ്ഞതാ, ഒന്നുമില്ല. കാര്യം എനിക്കറിയാൻ സൗഖ്യമായി, നെഞ്ചിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞ അടുത്ത ടെസ്റ്റുകളൊക്കെ ചെയ്ത് അടുത്താണ് പറഞ്ഞ് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു, വിടുവിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അതിന് അല്പം മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പം പിന്നെ ഇളയ മോളുടെ വിവാഹം നടക്കണം. മൂത്ത മോള് പ്രഗ്നന്റ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ പിന്നെ പ്രഗ്നന്റ് പോയി അവിടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ഒരു ആൺകുഞ്ഞിനെ കിട്ടി 2003. പിന്നെ 2004 മോക്ക് ഒരു ആലോചന വന്നു. പെട്ടെന്ന് ആ കല്യാണാലോചനയും കാര്യങ്ങളെല്ലാം നടത്തി അവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ 2003-4 ഇവിടെ കല്യാണത്തിനെല്ലാം ആലോചന വന്നെങ്കിൽ 2004 മെയ്യില് ഈ കൊച്ചനെ തന്നെ വീണ്ടും എനിക്കിങ്ങനെ അസ്വസ്ഥതകൾ വന്നപ്പം അവരുടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യാതെ പറ്റത്തില്ല, നിന്റെ ആൻറ്റിയെ കൊണ്ടുവരണം. അപ്പൊ 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. അന്നേരം ആ കൊച്ചൻ പറഞ്ഞു 50,000 രൂപ ആൻറ്റി 50 മാസം അധ്വാനിച്ചാൽ കിട്ടത്തില്ല സാറേ, എങ്ങനെയാന്ന്. എന്തായാലും ഞാൻ നോക്കിയ ഒരു രോഗി ചികിത്സ കിട്ടാതെ മരിക്കരുത്, എൻ്റെ ഒരു ചാരിറ്റബിളിലാണ് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്, നീ ഏതായാലും അവരെ കൊണ്ടുവരാമോ.
അങ്ങനെ എന്നെ അവർ ആശുപത്രി കൊണ്ടുവന്ന് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഒരു മരുന്ന്, എനിക്ക് ഒരു ബ്ലോക്കേ ഉള്ളായിരുന്നു. അപ്പൊ എന്നോട് TV കൂടെ നോക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ ഈ മരുന്ന് കയറ്റി ഈ ബ്ലോക്ക് നമ്മളെ വായിൽ കൂടെ പുകയോ എന്നോട് പറയുന്നത് ഊതി വിടാൻ പറഞ്ഞു. അപ്പം വായിൽ കൂടെ ഒത്തിരി പുക പോകുന്നുണ്ട്. അപ്പൊ പറഞ്ഞു പേടിക്കണ്ട, നിങ്ങളുടെ അസുഖം മാറി കിട്ടുമായിരുന്നു. അങ്ങനെ ആ ബ്ലോക്ക് മാറ്റി അവരവിടെ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത് CD ആക്കി തന്ന റിപ്പോർട്ടല്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി ഈ രോഗം വരാതിരിക്കാൻ ജീവകാലം മരുന്ന് കഴിക്കണമെന്ന്. അപ്പോഴെനിക്ക് അതിലും സങ്കടം. പിന്നെ എന്തായാലും മോളുടെ വിവാഹം എല്ലാം കഴിഞ്ഞ് 2004 ഓഗസ്റ്റ് 23-ആം തീയതി ഇളയ മോളുടെ വിവാഹവും നടന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ കുറച്ച് പൈസയുടെ കടവും ഞെരുക്കവും, പിന്നെ പിള്ളേർ ഡേ കെയർ അല്ലേ, പിള്ളേർ കൂടിയും കുറഞ്ഞു ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇച്ചിരി സാമ്പത്തിക ഞെരുക്കമൊക്കെ വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ച് ഇനിയുള്ള ജീവിതം എനിക്ക് മരുന്നില്ലാത്ത ഒരു ജീവിതം തരുന്നെങ്കിൽ തന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ആയുസ്സിനെ കർത്താവ് എടുക്കണം. ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 13 ദിവസം ഉപവാസം എടുത്ത് 12 ദിവസവും ഞാൻ ആ ഗുളിക കഴിക്കുന്നുണ്ട്. 12ാമത്തെ ദിവസം എനിക്കൊരു വചനം കിട്ടി. വചനം തന്നു, ഞാൻ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു പറഞ്ഞൊരു വചനം തന്നു. അതൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചൊക്കെ കിടന്നിട്ട് അടുത്ത ദിവസവും ഞാൻ ഈ ഉപവാസം എടുത്തിട്ട് വൈകിട്ട് ചെന്ന് ആ ഗുളിക, ഭക്ഷണം ഒന്നുമില്ല, വെള്ളം പോലും കുടിക്കുന്നില്ല, ഉപവാസം എടുക്കുക, ആ ഗുളിക എടുത്ത് കയ്യിലോട്ട് ഇടുകയും ആ കയ്യിൽ നിന്ന് എന്റെ ആരോ കൈ തട്ടിയിട്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു ഒരു ഭയങ്കര പ്രകാശം വരയ്ക്കകത്ത് അങ്ങ് നിറഞ്ഞ്. എന്നിട്ട് ഞാൻ മുട്ടുകുത്തി തറയിലിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഇത് ആരോട് പറയും, ഇനി ഞാൻ മരുന്ന് കഴിക്കത്തില്ല, വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവത്തിനെ ഏൽപ്പിച്ച് പിന്നെ ഞാൻ ആ മരുന്ന് കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിക്കാതിരുന്ന് ആരോടും പറയത്തില്ല. പിള്ളേർ ചോദിക്കും മരുന്ന് കിട്ടിയോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ആ കിട്ടിയെന്നൊക്കെ പറയും, ഒന്നും പറയട്ടെ. എന്നാലല്ലേ ഞാൻ കർത്താവിനോട് ചോദിക്കാം, കർത്താവേ കേട്ടോ ഞാൻ കള്ളം പറയുവാണല്ലോ. അങ്ങനെ ചോദിച്ച് ദൈവമായിട്ട് സംസാരിച്ച് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഞങ്ങളുടെ ചർച്ചിൽ അനൗൺസ് ചെയ്തു. അപ്പൊ എൻ്റെ മരുമോന്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവനെ കൊണ്ടുവന്നിട്ട് ആ പുള്ളിക്കാരൻ വരുമ്പോൾ ഒരു ദിവസം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള എല്ലാ സഭക്കാരും വന്ന് ആ മീറ്റിങ്ങിൽ അവിടെ പങ്കെടുക്കാൻ ഞാനും പെട്ടെന്ന് ഓടി. മോള് പ്രസവിച്ചു കിടക്കുക, മൂത്ത മോള്. അടുത്ത വീട്ടിൽ വരെ സ്ത്രീയോട് പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണം, ഞാനൊന്ന് ചർച്ചിൽ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ചർച്ചിൽ ഓടി ചെന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് മുട്ടുകാലയിൽ ഇരുന്നാ ഞാൻ ആരാധിച്ച് അന്യഭാഷയെ സംസാരിക്കുള്ളൂ. ഒരു എൻ്റെ തലയിലോട്ട് കൈ വന്നു. ഞാൻ പേടിച്ച്. അപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നി ആ ഹാഗാറ് കരഞ്ഞത് പോലെ ആ കർത്താവ് ഇവിടെ ഉണ്ടോ, എന്നെ തൊട്ടോ എന്ന്. അങ്ങനെ ഭയപ്പെട്ട പിന്നെ കർത്തൃദാസൻ പറഞ്ഞു അമ്മച്ചി കണ്ണു തുറക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ണു തുറന്നൊക്കെ പ്രാർത്ഥന എന്നോട് പറയാ, കർത്താവ് നേരിട്ട് വന്ന് അമ്മച്ചിക്ക് സൗഖ്യം തന്നതല്ലേ, അമ്മച്ചിക്ക് അത് സത്യമാണെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് പറയാൻ പറഞ്ഞു. അങ്ങനെ സഭയിലെ സാക്ഷ്യം പറയുകയും അങ്ങനെ അവിടെ വെച്ച് എല്ലാവരും അറിയുന്നത് എന്നെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നെന്ന് എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് എൻ്റെ മരുമോൻ പറഞ്ഞു ഇല്ല നമുക്ക് ഡോക്ടറെ പോയി കാണണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഡോക്ടറെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആന്റിയുടെ വിശ്വാസം പോലെ ഇരിക്കട്ടെ, എനിക്ക് അപ്പൊ ഒരു ഡോക്ടറായിട്ടിരുന്നാൽ എനിക്ക് മരുന്ന് കഴിക്കണ്ടെന്ന് പറയാനൊക്കത്തില്ല, പക്ഷെ ആന്റിയുടെ വിശ്വാസം അതങ്ങനെ തന്നെ പോട്ടെ, എനിക്ക് അതിനകത്ത് ഒരു എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇന്ന് വരെയും ഹാർട്ടിന്റെ ഒരു പ്രോബ്ലത്തിനും മരുന്ന് കഴിച്ചിട്ടില്ല. വീണ്ടും രണ്ട് ഓപ്പറേഷൻ നടന്നു. പിന്നെ യൂട്രസ് എടുത്ത് കളയേണ്ട ഓപ്പറേഷൻ, അന്നും ഫുൾ ചെക്കപ്പ് ചെയ്ത് ഹാർട്ടിനൊരു പ്രോബ്ലം ഇല്ല. പിന്നെ എരണ്യയുടെ ഓപ്പറേഷൻ ചെയ്തു, അതിനും പ്രശ്നമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ദൈവം ഇവിടം വരെ എന്നെ ഇത്രയും നടത്തി, ഒരു മരുന്നോ കാര്യമോ ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന് ഡേ കെയർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ ആഗ്രഹമായിരുന്നു, എനിക്കൊരു വീട് വേണം, എന്നാൽ സുവിശേഷ വേല ചെയ്യണം, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണം. അപ്പൊ 2-3 പ്രാവശ്യം ദൈവദാസന്മാർ വരുമ്പോഴേ യാക്കോബിന്റെ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ ലാസ്റ്റ് ചോദിക്കുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി ആർ പോകും, അപ്പം പറയുന്നുണ്ടല്ലോ ഞാൻ പോകാമെന്ന്. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു കർത്താവേ ഇത് എനിക്കുള്ളത് കൂടാ, ഞാൻ പോകും, എൻ്റെ കർത്താവിന്റെ വേല ചെയ്യണം, എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്ന് പോരണം, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണം. അവിടെ കിട്ടുന്ന സമയങ്ങളെല്ലാം സുവിശേഷം പ്രചരിപ്പിക്കുകയും രോഗികളെ പോയി പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നാട്ടിൽ പോരാനുള്ള തീരുമാനം എടുത്ത് 2017 ജൂലൈയിൽ ഞാൻ നാട്ടിൽ വരാനിടയായി. നാട്ടിൽ വരുന്നപ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവരുടെ വീട്ടിൽ കൊണ്ടാക്കാനും
അങ്ങനെ ഒന്നും കണ്ടോണ്ടല്ല, വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു. ഇവിടെ വന്ന് 2 സെന്റ് സ്ഥലം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, 2 സെന്റ് സ്ഥലം എനിക്ക് വേണം. എൻ്റെ വീടും വസ്തുവൊക്കെ പോയിട്ട് നമ്മൾ കേസിനോ വഴക്കിനോ പോകാൻ സപ്പോർട്ടിന് ആളില്ലല്ലോ. അവിടെ ചെന്നിട്ടും കുറച്ച് ദിവസം അവിടെയും ചെല്ലുമ്പോൾ നമുക്കൊന്ന് താമസിക്കാൻ സ്ഥലം ചെന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഗേറ്റ് പൂട്ടിയിട്ട് എന്നെ കയറ്റാതെ. അങ്ങനെ ഇരുന്ന് നമ്മുടെ ചർച്ചിൽ ഒരു എൽഡർ, ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ഔട്ട് ഹൗസ് തരാം, ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ താമസ സൗകര്യം തരുകയും ഞാൻ ഈ ആരാധനയ്ക്ക് വരികയും പലയിടങ്ങളിൽ വസ്തുവും അന്വേഷിച്ചൊക്കെ നടന്ന് കിട്ടാതെ വന്നപ്പോൾ നമ്മുടെ ഈ സാധനങ്ങൾ സൂക്ഷിച്ച് നമ്മുടെ ബന്ധുവിന്റെ മകൻ പറഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ ഞങ്ങളുടെ പിന്നെ അമ്മയുടെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടേക്കുന്ന ഗോഡൗൺ ആണോ ഞങ്ങളുടെ വീടെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിട്ട് ഞാൻ മാറിയിരുന്ന് കരഞ്ഞപ്പം ഈ അച്ചായന്റെ ഭാര്യയോട് പറഞ്ഞ അച്ചായൻ പറഞ്ഞു, എനിക്ക് താമസിക്കാൻ വീട് തന്ന ഓണർ ആ അച്ചായന്റെ ഭാര്യയോട് പറഞ്ഞ രായശ്വരി അവിടെ പോയിരുന്ന് കരയുന്ന എന്താണെന്ന് നോക്കിയിട്ട് വരും. അപ്പൊ അവര് വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ വിവരങ്ങള്, അത്രയും കാര്യമുള്ളൂ, പേടിക്കണ്ട, സാധനമെല്ലാം നമുക്ക് എടുത്ത് ഇവിടെ കൊണ്ടിടാം, ഉള്ള സ്ഥലത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ വണ്ടിയും ഹെൽപ്പറും എല്ലാമായിട്ട് എന്നെ അതേ കയറ്റിവിട്ട് ആ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ കൊണ്ടുവന്ന് എല്ലാം ഇട്ട്. വസ്തു കിട്ടാതെ നമുക്ക് താമസമാകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ അച്ചായൻ പറഞ്ഞൊരു കാര്യം ചെയ്യും രാജശ്രീ, ആ പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടക്കുന്ന അവിടെ കിടക്കട്ടെ. അപ്പൊ എന്റെ കൂട്ടുകാരും പലരും എന്നെ സഹായിച്ച് 2 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്, അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയിട്ടു. ആ പൈസ അവിടെ ഇട്ടിട്ട് ഇവർ പറഞ്ഞു ഇവരുടെ മക്കൾ 2 പേരും ഡോക്ടർ BD-ക്ക് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ പോയിരിക്കുന്നു. അവർക്ക് ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവിടെ ചെല്ലാവോ. അപ്പൊ ഞാൻ ഡേ കെയർ നടത്തിയത് കൊണ്ട് ഇവർക്ക് ഒത്തിരി താല്പര്യം. അപ്പൊ അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഡേ കെയർ കുഞ്ഞിനെ നോക്കാനായിട്ടാ വിട്ടു. ഇത്രയും സ്നേഹം തന്ന മക്കള്, എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചവരെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും മറന്ന് അവരുടെ അടുക്ക പോയപ്പോൾ അത്രയും സന്തോഷത്തോടെ അവിടെ നിൽക്കുമ്പോൾ 1 വർഷം കഴിയുമ്പോഴാണ് ഈ വീട് ഇവിടെ അവരുടെ ഒരു പേപ്പർ ഒപ്പിടാനായിട്ട് നാട്ടിലോട്ട് വരിക. ആ മകള് ഇവിടെ വരുമ്പോഴേ ഹർത്താലായിട്ട് അവരപ്പനും മോളും കൂടെ സംസാരിച്ചുകൊണ്ട് അവരുടെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി ചെന്ന് പറയുന്നു, അച്ചായ ഞാൻ എൻ്റെ വസ്തുവും വീടും ഒന്ന് വിറ്റുതാന്ന് പറഞ്ഞു. അപ്പൊ ഈ മോള് പറഞ്ഞോ, ആന്റി ഇങ്ങനെ നമുക്ക് ഒരു വീടിന് വേണ്ടി നോക്കുമല്ലേ അച്ഛാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അവരിവിടെ വന്ന് കണ്ടപ്പോ ഒരു കുഞ്ഞൊരു വീടാ, പക്ഷെ വൃത്തിയൊന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ വഴിയുള്ള വീടാ, മെയിൻ റോഡാ വെളിയില്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ സാരമില്ല, അത് അങ്ങ് ഉറപ്പിക്കേ, എഗ്രിമെന്റ് എഴുതി ഫിക്സ് കിടക്കുന്ന പൈസ കൊടുത്തത് എഗ്രിമെന്റ് എഴുതിയിട്ട് ആ കൊച്ച് അവിടെ വന്ന്. അപ്പൊ വന്നത് എന്തിനാ, അതിന്റെ പേപ്പർ ഒപ്പിടാൻ. ദൈവം എനിക്ക് വേണ്ടി കരുതാന്ന ഹർത്താല്, അതുകൊണ്ട് ഈ വസ്തുവും വീടും കൂടെ അന്ന് എഴുതാൻ വന്നു. അങ്ങനെ എഗ്രിമെന്റ് എഴുതിയിട്ട് അവർ വന്ന് 4 മാസത്തെ വാടക, 4 മാസത്തെ സമയം കൊടുത്തു. ഇതിനോടകം ദുബായിൽ ആ മോന്റെ അമ്മയുണ്ട്, അവരവിടെ വന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിട്ട് എൻ്റെ പറഞ്ഞ് എങ്ങനെയാ രാജ്യത്തിന്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ. അപ്പൊ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവിടെ എന്നോട് പറഞ്ഞു, ഞാൻ പോയിട്ട് അങ്ങോട്ട് അച്ചായനോട് പറയട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞ് ഈ 4 മാസത്തിന് മുമ്പേ എന്നേക്കാൾ ടെൻഷൻ അവർക്കൊക്കെ ആയിരുന്നു ഇത് എഴുതിയെടുക്കണമെന്ന്. അങ്ങനെ അവര് എന്നെ സഹായിച്ചു. 1 ലക്ഷം രൂപ അവര് തന്നു. പിന്നെ ഈ മക്കളെല്ലാരും ഈ ഞാൻ കുഞ്ഞിനെ നോക്കിയ അവരുടെ മക്കളെല്ലാരും കൂടെ എന്നെ സഹായിച്ചു. വന്ന് ഇത് എഴുതിച്ച് വാങ്ങിച്ചിരുന്ന മതിലൊക്കെ കെട്ടിച്ച് വീണ്ടും എനിക്ക് അവിടെ പോകണം. 3 വർഷം അവരുടെ കോഴ്സ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ്. അപ്പൊ 2 വാടകക്കാരെ ഇതിനകത്ത് ഏൽപ്പിച്ചിട്ട് സാധനങ്ങളെല്ലാം പെറുക്കി ഇതിൽ കൊണ്ടിട്ടു. ഇതിലിട്ട് വാടകക്കാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ബാംഗ്ലൂരിൽ പോയി. 3 വർഷം കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ കൊറോണ സമയത്ത് അവിടെയായിരുന്നു. 2ാമത്തെ കൊറോണ ആയപ്പോഴത്തേക്ക് അവരുടെയും ക്ലാസ് എല്ലാം കഴിഞ്ഞ്. അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ വന്ന് താമസമായി. ഇവിടെ വന്ന് പിന്നെ റേഷൻ കാർഡ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ നിന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഓൺലൈൻ വഴി 3 വർഷം ഡൽഹിയിലുള്ള ഒരു ബൈബിൾ കോളേജ് GVFM എന്നും പറഞ്ഞിട്ട്, ജോസ് പാസ്റ്റർ എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡൽഹിയിലുണ്ട്. അങ്ങനെ ഓൺലൈൻ വഴി പകല് രാത്രിയിൽ അത് പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം വേണമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ തൊഴിലുറപ്പിന് പോയി. അവിടെ പോയി 47 ജോലി ചെയ്തു. 47ാമത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മട്ടി വന്ന് എൻ്റെ തലയിലടിച്ച് ഈ പിരുവത്തെ കൂടെ മുറിഞ്ഞ് 5 കുത്തിക്കെട്ടുണ്ടായിരുന്നു. അതോടെ അതാത്ത് വെച്ച് പിന്നെ കർത്താവിനോട് ഞാൻ ചോദിച്ചെന്നാ ഇനി ഞാൻ എൻ്റെ മാർഗം എന്തുവാ. അങ്ങനെ ഇരുന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു സുവിശേഷ വേലയ്ക്ക് എന്നെ സമർപ്പിച്ച് ഇറങ്ങിയതല്ലേ, ആ ജോലി താത്തു വെച്ചു.
പിന്നെ ജോലിക്ക് പോയിട്ടില്ല. ദൈവം ഇതുവരെയും പുലർത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുവക്കലെ ജോൺസൺ ഡാനിയൽ പാസ്റ്ററിന്റെ ചർച്ചിലെ ഞാനൊരു അമേരിക്കയിലെ ഒരു ഗ്രൂപ്പിനകത്ത് പ്രാർത്ഥനയ്ക്ക് കയറി. ഞങ്ങളുടെ ഡൽഹിയിലുണ്ടായിരുന്ന ഒരു പാസ്റ്റർ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ആന്റിയും കൂടെ അതിൽ കയറാൻ പറഞ്ഞു. അപ്പൊ ഇതിനോടകം ഞാൻ ബൈബിൾ കിസ് ഒക്കെ നടത്തും. എനിക്ക് ഇഷ്ടം പോലെ ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം താഴെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പോവായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ബൈബിൾ സ്റ്റഡി വന്നപ്പോ എന്നെ അതേ കയറ്റി. അങ്ങനെ കയറി വന്നപ്പോഴാണ് അവിടുത്തെ ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്, പാപ്പച്ചായനെന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനും ഇതുപോലെ ചെറുവക്കല്ല ഓൺലൈനിൽ പഠിക്കുവാണ്, ഞാൻ നാട്ടിൽ വരുമ്പോൾ. അങ്ങനെ നാട്ടിൽ വന്നു, ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ട് ഈ ചെറുവക്കലിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സഹോദരിയുണ്ട്, അവർക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ അഡ്മിഷൻ എല്ലാം ആക്കി. ഒരു വലിയൊരു ദുഃഖകാരണമാണ്. ആ അച്ചായൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ അറ്റാക്ക് വന്ന് മരിക്കുമായിരുന്നു. അങ്ങനെ മരിച്ച് പിന്നെ ആ ബോഡി എല്ലാം അമേരിക്കക്ക് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ അദ്ദേഹമാണ് എനിക്ക് ചെറുവക്കലിലേക്ക് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ 1 വർഷത്തെ കോഴ്സ്, അത് പകലും 3-ാമത്തെ വർഷം മറ്റേത് രാത്രിയിലും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ച് ഫുൾ ടൈം വചനം പഠനത്തിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് 2ഇടത്തെയും ഗ്രാജുവേഷൻ നടന്നു. ഗ്രാജുവേഷൻ എടുത്തു. അപ്പോഴാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ജോൺസൺ ഡാനിയൽ പാസ്റ്റർ ചോദിച്ചത്, എന്താ നിന്റെ ലക്ഷ്യം? ഇവിടെ ഒരു ബൈബിൾ ക്ലാസ് തുടങ്ങിയാലോ? അപ്പൊ അന്ന് എൻ്റെ വീടിന് സൗകര്യം ഇല്ലല്ലോ, കൊച്ചൊരു വീടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിന് അത്രയും സൗകര്യമില്ല. അങ്ങനെ അദ്ദേഹം 2 ലക്ഷം രൂപ എനിക്ക് സഹായം തന്നു. അങ്ങനെ തുടങ്ങി. താഴത്തെ വീടെല്ലാം പൊളിച്ച് ഇതെല്ലാം പണിഞ്ഞിട്ട് മേൾ വെച്ച് പണിഞ്ഞെങ്കിലും ഇന്നും ഇത് പൂർത്തീകരിച്ചിട്ടില്ല. ഇനി ഇതിന്റെ ചുറ്റു തേക്കണം. അടുത്ത വരവ് ദേവദാസൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ജീവിത സാക്ഷി. ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ദൈവത്തിന്റെ കരുതൽ എന്നോട് കൂടെ ഇരുന്ന് ഇപ്പോഴും പോകും. ഞാൻ ചുമ്മാതിരിക്കത്തില്ല, കിട്ടുന്ന സമയങ്ങൾ പോകും കർത്താവിന്റെ വേലയ്ക്കായും. ഇപ്പൊ ഞാൻ ആ ചർച്ചയിൽ നിന്ന് തന്നെ ഒരു ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ സുവിശേഷം പറയാനായിട്ട് പോകാനായിട്ട് ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെയും കൂടെ പേരുണ്ട്. ഞങ്ങൾ 18 ചർച്ച അടങ്ങുന്ന ഒരു ചർച്ച. അപ്പം 18 ചർച്ചിന്റെയും മീറ്റിംഗ് വരുമ്പോൾ ഗോസ്ബൽ ടീം, അപ്പം ഗോസ്ബൽ ടീമിൽ പോകുമ്പോൾ 18 സ്ഥലങ്ങളിലും പോകാം. 18 സ്ഥലത്തെ ചർച്ചുകളല്ലേ. അപ്പൊ ഓരോ ചർച്ചിന്റെയും ചുറ്റുപാടുകളിൽ ചെന്നിട്ട് അവിടെ സുവിശേഷം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ടൊക്കെ ഉള്ള ദൈവകൃപ ദൈവം തന്നു. ഇതുവരെ അങ്ങനെ നടക്കുന്നു. ദൈവം ഒന്നിനും മുട്ടില്ലാതെ ഇത്രയും നടത്തി. ഇനിയും ദൈവം നടത്തും. ഇപ്പൊ മക്കളൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായി പോകുന്നു. സഭയിലും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാ. ഇപ്പൊ ഞങ്ങൾക്ക് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തുടങ്ങാൻ പോകുന്നു. പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ പോയാൽ വൈകിട്ടേ ഞാൻ വരത്തുള്ളൂ. അങ്ങനെ വിഷയങ്ങളൊക്കെ രാവിലെ മോർണിംഗ് പ്രെയർ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുണ്ട്. അങ്ങനെ പോകുന്നു. ഇങ്ങനെ ഈ അരോമ TV-യിലും വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്നിരുന്ന എൽസി സിസ്റ്റർ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ഈ നമ്പർ കൊടുത്തത്. ആ സിസ്റ്റർ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ്. അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അരോമ TV-യിലും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു പ്രിയ രാജേശ്വരി ആൻറ്റി. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്ത് എന്നത് ആ വാക്കുകളിലൂടെ ഏതൊരു വ്യക്തിക്കും കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സ്നേഹിക്കുന്ന ആ വിധങ്ങൾ നാം തിരിച്ചറിയുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. സകല ജനത്തിൻ്റെയും ദൈവമാണ്, സകല ജഡത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നോ, ഏത് വിശ്വാസത്തിലായിരുന്നു എന്നോ, ഏത് പശ്ചാത്തലത്തിലായിരുന്നു എന്നോ അതിന് പ്രസക്തിയില്ല. കാരണം കർത്താവ് മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ജനമായി, ദൈവത്തിൻ്റെ പദ്ധതിക്കും പ്ലാനിനും ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കും പങ്കാളിത്തം വഹിക്കുവാൻ വേണ്ടി ദൈവം ആക്കി വച്ചിരിക്കുന്ന. എന്നാൽ പിശാച് അതിനെ പല നിലകളിലൂടെ വഴിതിരിച്ച് സാത്താന്യ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി മനുഷ്യരെ വഴിതിരിച്ചു വിടുന്നു, തെറ്റായ വഴികളിലൂടെ തിരിച്ചു വിടുന്നു. അതിൻ്റെ പരിണിത ഫലമായി പല
വിധത്തിലുള്ളതായ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ആരാധനകളും ഒക്കെ ഭൂമിയിൽ ഉടലെടുക്കുകയും ജനം അതിൻ്റെ പുറകെ പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടവർ, വഞ്ചിക്കപ്പെട്ടവർ, അപഹരിക്കപ്പെട്ടവരാണ് ആ വഴികളിലൂടെ ഒക്കെയും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം സകല മനുഷ്യനെയും സ്നേഹിക്കുന്നു. പ്രിയ ആൻറ്റിയുടെ സാക്ഷ്യം, ആ വാക്കുകൾ അതാണ് വിളിച്ചറിയിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം ആ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ നേരിട്ടതായ എല്ലാ തകർച്ചകളും മറന്ന് ഇന്ന് കർത്താവിനെ സാക്ഷീകരിക്കാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നു എന്ന് കേൾക്കാൻ തക്കവണ്ണം കഴിഞ്ഞു. ജീവിതത്തിൽ ആശ്വാസമായി, അത്താണിയായി, സഹായമായി കൂടെ ഇരിക്കേണ്ടുന്ന ജീവിത പങ്കാളി, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചതായ ആ ഒരു യൗവനം, അത് തല്ലി തകർക്കപ്പെട്ട, തച്ചുടയ്ക്കപ്പെട്ട ഒരു അനുഭവത്തിലൂടെ പിച്ചി ചീന്തപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ ആ കരം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ശത്രുവായവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല, പകരം അതിൽ നിന്നൊക്കെ രക്ഷിച്ച് പുറത്തെടുത്തു. മാത്രമല്ല, പിന്നത്തേതിൽ പ്രിയ ജീവിത പങ്കാളിക്കും ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കി. അങ്ങനെ ആ വിശ്വാസം അത് പ്രാവർത്തിക പദത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ആമേനിടയായി തീർന്നു. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹാപദ്ധതി പ്രിയ ആൻറ്റിയുടെ ജീവിതത്തിൽ പൂർത്തീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആൻറ്റിയെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഇന്ന് ആക്കി വച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യം, ആരോഗ്യ, ദീർഘായുസ്സം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയ രാജശ്രീ ആൻറ്റി ഒരു വാക്കിലെ ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ വേളയ്ക്കായി സ്തോത്രം. കർത്താവേ, അരോമ ടിവിയോട് ചേർന്ന് കർത്താവിൻ്റെ ഒരു നല്ല സാക്ഷിയായി നിൽപ്പാൻ അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ കർത്താവേ, എത്ര സ്തുതിച്ചാലും അത് മതിയാവുകയില്ലപ്പാ. അത് യഹോവ എൻ്റെ ബലം, യഹോവ എൻ്റെ ജീവന്റെ ബലമായിരിക്കാൻ അപ്പാ സ്തോത്രീ സാക്ഷ്യത്തിലൂടെ അനേകർക്ക് ആശ്വാസവും ബലവും പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിലെ കർത്താവെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയ കർത്തൃദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകരെ കണ്ടെത്തി, അനേകരെ കർത്താവിൻ്റെ വിശ്വാസത്തിൽ നിന്നും കർത്താവെ മറ്റുള്ളവർക്കൊരു പകർച്ചയായി തീരുവാൻ, മറ്റുള്ളവർക്കൊരു പ്രലോഭനമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. പ്രിയ ആൻറ്റിക്ക് ദൈവം സൗഖ്യം, ആരോഗ്യ, ദീർഘായുസ്സം തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആമേനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മഹാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥന നടന്നു വരുന്നു. ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്കും ആമേ സംബന്ധിക്കാൻ അവസരമുണ്ട്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.